കണ്ണ ഓ ഇന്ന് പുലർച്ചെ ഒരു സ്വപ്നം. ആ നേമം പോസ്റ്റ് ഓഫീസിൽ എനിക്കൊരു കത്ത് വരുന്നു. വിലാസം മുല്ലശ്ശേരി മാധവൻകുട്ടി, നേമം PO. ജസ്റ്റ് ഇത്രയും. ആഹാ ഞാൻ ഈ 60 സെന്റ് വെക്കാൻ പോകുന്ന വീട് അത്രയും ഫേമസ് ആവുമെന്നല്ലേ അതിന്റെ അർത്ഥം? ആ പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ. തന്നെടേ. ആ ഇവിടെ ഇത്രയും ചെറിയ അഡ്രസ് കത്ത് കിട്ടുന്ന വേറെ വല്ലവരും ഉണ്ടാവും? പിന്നെ ഉണ്ട്. പുത്തരിക്കണ്ടം മാധവി, കിഴക്കേക്കോട്ടപ്പിയോ. ഉത്തരക്കൊണ്ട മാധവിന്റെ എണ്ണക്കുരു എറിഞ്ഞു വിളിക്കണം. നീരില്ല കിണറാ, വരണ്ട് കിടക്കുക. വരളും വരളും. 10 അടി കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞതാ. ഇപ്പൊ 25 അടിയായി. വെള്ളത്തിന്റെ ഒരു അഡ്രസ് പോലും ഇല്ല. അങ്ങനെയൊന്നുമല്ല, നല്ല നീർവലിവുള്ള മണ്ണാ. കൃത്യമായിട്ട് കുഴിച്ച നല്ല തെളി നീരാ. പക്ഷെ കുത്താൻ അറിയണം. അതെ, 14-ാമത്തെ വയസ്സ് മുതൽ പഞ്ചായത്തിലെ കിണറുകൾ കുഴിച്ചു തുടങ്ങിയതാ സാറേ. എന്നെ പഠിപ്പിക്കല്ലേ. മാഞ്ചേട്ടാ, ഒരു പേപ്പർ എഴുതി കൊടുത്താൽ കോർപ്പറേഷനിൽ നിന്ന് കുടുകൂടാ വെള്ളം ഇങ്ങെത്തും. ഇക്കാലത്ത് ആരെങ്കിലും കിണർ കുത്തുവോ? എടാ കണ്ണാ, കിണർ വെള്ളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അതൊരു ഐശ്വര്യമാണ്. മുറ്റത്തൊരു കിണറ്, ചുറ്റും നനഞ്ഞ് തണുത്ത് കിടക്കുന്ന മണ്ണ്, ഈ മേലത്തെ പുളിമരത്തിൽ നിന്ന് പതുക്കെ ഇലകൾ വീണ് പുളിരസമുള്ള വെള്ളം, ഇടയ്ക്ക് ഞായറാഴ്ചയിൽ കിണറ്റിന്റെ കരയിരുന്ന് കുളി. എന്നിട്ട് അടിച്ച് മൂക്കാമണ്ട കുത്തി അതിനകത്തോട്ട് വീഴുക, പിന്നെ ആശുപത്രി പോവുക, പിന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇവരെവിടെയായിരുന്നു കുത്തട്ടെ. അതെ, ജോണിച്ച 3 തവണ വിളിച്ചിരുന്നു. ഇന്നങ്ങടെ ബർത്ത്ഡേ അല്ലേ, എല്ലാരും വെയിറ്റിംഗാ. എടാ, എന്റെ അറിവില് ഈ വർഷം ഇതവന്റെ 5ാമത്തെ ബർത്ത്ഡേ ആണോ? വെള്ളം അടിക്ക് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തില്ലേ. എന്തായാലും പോവാ. 2 അടിച്ചിട്ട് കുറെ കാലമായി. ഈ പൂത്ത നീലച്ചടയന്റെ മണവും പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ കയറിയ കാട്ടുകൊമ്പനെ ഈ ഒറ്റ ചൂണ്ടാണി വിരലിൽ നിർത്തിയ ആച്ച കുഞ്ഞച്ചായന്റെ ആ ബ്ലഡാ ദേ എന്റെ ഈ ദേഹത്തൂടെ പമ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ പമ്പിങ് ഒന്നും കഴിഞ്ഞ ആഴ്ച സന്ധ്യാ ബാറില് ഒരുത്തൻ കൊരവള്ളിക്ക് പിടിച്ച് തള്ളക്കി വിളിച്ചപ്പോ കണ്ടില്ലല്ലടിയാ. ഇവന്മാരടി തുടങ്ങി. മംഗളം ഭവന്തു. അളിയ ഇത് ആര്? മഹർഷി വിശ്വാമിത്രൻ. മഹാഭാഗവത് എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴി അളിയ. ഒരെണ്ണം ഒഴിച്ചേ, 2 അടിച്ചിട്ട് പെട്ടെന്ന് പോണം. ഒട്ടും സമയമില്ല. വിശ്വാമിത്ര ഡേ, ഈ വേഷത്തിൽ അടിക്കണ മോശമല്ലേ? സോമരസമാണ്. മഹർഷി കാവാം, കുഴപ്പമില്ല. മുടി ഗ്ലാസ്സിൽ തൂക്കാതെ അടിക്കണം. ഇതൊക്കെ അവിടെ അഴിച്ചു കൊടുക്കാതെ വിത്ത് മേക്കപ്പ് അവതാരമാണല്ലോ. കൊടുക്കും. എടാ, ഇതല്ല എന്റെ സ്വന്തം ഉരുപ്പിടികളാ. ഇപ്പം വിത്ത് മേക്കപ്പിലും കോസ്റ്റ്യൂമിലും ചെയ്തില്ലെങ്കിൽ വേഷം കിട്ടത്തില്ലെന്ന്. ദേ കണ്ടില്ലേ കലോ മടിയൊക്കെ. കലമല്ലടേ, കമണ്ട്. ഓ, എന്ത് കലാമണ്ഡലാണെങ്കിലും കാശ് എന്റെ തന്നെയല്ലേ. അടുത്ത ആഴ്ച സീതാരാമയണം തുടങ്ങുക. ഒരു ഗത എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ബാല്യോ സുഗ്രീവനൊക്കെ ആകാമായിരുന്നു. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അങ്ങ് പോയാൽ മതിയല്ലോ. മേക്കപ്പ് വേണ്ട. ഒറ്റ ശപിക്കൽ ശപിച്ചാണല്ലോ. സുഗ്രീവ് ഒന്നും കൂടെ അടി. മതകുട്ടി ഒന്ന് വന്ന് ഒരു പേഴ്സണൽ കാര്യം. എനിക്കറിയാലോ, കാര്യം അറിയാലോ. അപ്പൊ പിന്നെ സമാധാനമായി. ആ ഡയലോഗ് അങ്ങ് ഒഴിവാക്കാം. അളിയാ, 1000 രൂപ തന്നാ മതി. നാളെ രാവിലെ ഒറ്റപ്പാലം വരെ പോവാനാ. ഒരു സിനിമയാണെന്ന്, നല്ല കാലക്കം വേഷമാണെന്ന് അവര് പറഞ്ഞത്. അളിയ, എന്റെ ജീവിതകാലത്തില് ഇവൻ ഒരു സൂപ്പർ സ്റ്റാറെ കാണാൻ വേണ്ടിയാ ഇവന്റെ കിണ്ടിയിലോട്ടുള്ള നേർച്ച. പിന്നെ ഈ പൈസ ഇനി അധികാലം മുന്നോട്ട് പോകുന്നു വിചാരിക്കണ്ട. എന്റെ വീടിന്റെ പണി തുടങ്ങിയാളിയ. അളി, എല്ലാ കാര്യങ്ങളും നടക്കും, നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞില്ലേ. എന്തോ നടിയുടെ. അപ്പൊ എല്ലാവർക്കും മംഗളം പോകുന്നു. ഓ, രാവിലെ എടുത്തിട്ടതാ ഊരി ഇരട്ടെ, ചൊറിഞ്ഞിട്ട് അളിയ, ഞാനും ഇറങ്ങുന്നു. പിന്നെ നേരം വൈകിയ ഉടനെ അവൻ അവന്റെ ഭാര്യ കൂട്ട് പിടിക്കണം. അവിടെ നിന്നേ. ഇപ്പൊ തന്നെ 2 പ്ലേറ്റ് പൊട്ടിച്ചു. ആ കൊച്ചിനെ തല്ലുകയും ചെയ്തു. ഇങ്ങോട്ട് നോക്കിയേ. നീ ഒന്ന് ഓദിക്കേ. ഊതാനൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്. നീ വായം തുറന്നേ. തുറക്കടാ. ഏലക്ക് അവളിനിയിപ്പൊ മണം പിടിക്കണ്ട. നീ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കേ. ഇതേണ്ടേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല. കേട്ടല്ലോ. ചെല്ലിയല്ലേ. എത്തിയോ? പാതിരാത്രിയായാലും കഴിക്കാനിരിക്കുമ്പോ എല്ലാം ചൂടായിട്ട് വേണം. എങ്കിൽ നേരത്തിനും കാലത്തിനും വരുമോ? അതുമില്ല. പാലൊക്കെ വല്ല വശീകരണപ്പൊടിയും കലക്കിയ പാലാണോടി? പോ അവിടുന്ന്. മോൾക്കാം. നീ ഇത്ര വയലന്റായി കാണിക്കാൻ മാത്രം ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ല. നീ ഓവറാക്കല്ലേ സീതാമണി. മഞ്ചേട്ടാ, രാത്രി വെള്ളമടി ഉണ്ടെങ്കിൽ അമ്മ ഉറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്ന എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം അടിച്ച് വരുന്നതിന് ആർക്കും ഒരു വിഷമില്ലാത്ത പോലെയാണല്ലോ. ഏലക്കാൻ വായിലിടിച്ച് നിനക്ക് മണക്കൊന്നും പറഞ്ഞ അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദണ്ണ ഉള്ളവരുണ്ട്. അപ്പുറത്തൊരാൾ കെട്ടി വീർപ്പിച്ച് കിടപ്പുണ്ട്. അയ്യോ, അതെന്തിന്? നിങ്ങൾ അവളെ സന്തോഷ് പണ്ഡിറ്റിന്റെ പടം കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. മലക്കും അങ്ങോട്ടേന്ന് മേടിച്ചോ. സന്തോഷ് പണ്ഡിറ്റിനെ നേരിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ
മലയാള സിനിമ എങ്ങനെ വിജയിപ്പിക്കണമെന്നതിനെ പറ്റി കുറച്ച് പാഠങ്ങൾ പഠിക്കാമായിരുന്നു. ദേവു പിണക്കമാണ്. അയ്യോ ഭയങ്കര പിണക്കമാണല്ലോ. കൂടുതൽ പിണങ്ങി കിടന്ന അച്ഛൻ്റെ കളിവീണ വീട്ടി പേടിപ്പിക്കട്ടെ. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. കണ്ണാരം പൊത്തി കളിച്ചിടാം, കയ്യോടെ എന്നാൽ ഒളിച്ചിടാം. കണ്ണാരം പൊത്തി കളിച്ചിടാം, മഞ്ഞാട ചുറ്റി പുതച്ചിടാം. സായന്തനം അണയും നേരമെന്നാളും സൂര്യാങ്കുരം പറയും പറയും. ഈ രാവിൻ താരം തൂകിടും നറുക്കിന്നാരം നിറങ്ങളാം തരംഗമായി വരങ്ങളായി നിർവൃതിയായി. കണ്ണാരം പൊത്തി കളിച്ചിടാം, കയ്യോടെ എന്നാൽ ഒളിച്ചിടാം. കണ്ണാരം പൊത്തി കളിച്ചിടാം, മഞ്ഞാട ചുറ്റി പുതച്ചിടാം. സായന്തനം അണയും നേരമെന്നാളും സൂര്യാങ്കുരം പറയും. കൺകളിൽ നാം ഒത്തു നോക്കുമ്പോൾ ചേലാർന്ന കാന്തിയായി സ്നേഹമാളുന്നു സുഹൃതമൂറുന്നു. നിറവിൻ കാവ്യം മൂളിയോ ഒരു കളിവചനം. കണ്ണാരം പൊത്തി കളിച്ചിടാം, കയ്യോടെ എന്നാൽ ഒളിച്ചിടാം. കണ്ണാരം പൊത്തി കളിച്ചിടാം, മഞ്ഞാട ചുറ്റി പുതച്ചിടാം. സായന്തനം അണയും നേരമെന്നാളും സൂര്യാങ്കുരം പറയും പറയും. നേർത്തൊരാലിംഗനം കാറ്റിന്റെ കൈകളാൽ ചേർന്നങ്ങിരിക്കുമ്പോൾ ചൂടാർന്ന ലാളനം. വീണമീട്ടുന്നു മധുരമൂട്ടുന്നു താരഹാരം ചൂടിടാൻ വരു കളമൊഴിയേ. കണ്ണാരം പൊത്തി കളിച്ചിടാം, കയ്യോടെ എന്നാൽ ഒളിച്ചിടാം. കണ്ണാരം പൊത്തി കളിച്ചിടാം, മഞ്ഞാട ചുറ്റി പുതച്ചിടാം. സായന്തനം അണയും നേരമെന്നാളും സൂര്യാങ്കുരം പറയും പറയും. എന്റെ കുണ്ടണി അമ്മച്ചി, എന്റെ സകല ബുദ്ധി ഉപയോഗിച്ച് വരച്ച ഈ പ്ലാൻ ഇന്നെങ്കിലും ഒന്ന് ഓക്കെ ആക്കി തരണമേ. ഓക്കെ ആയ എനിക്ക് കൊള്ളാം. മുല്ലശ്ശേരി, ഇയാളുടെ സ്വഭാവം വെച്ച് പുളിശ്ശേരി മാധവൻകുട്ടി എന്നിടുന്നതായിരിക്കും ശരി. മാധവേട്ടൻ, എന്റെ അമ്മോ എന്തൊരു റിയാക്ഷൻ. മാധവൻ സാറ് സീരിയൽ വിട്ടത് നഷ്ടം, കനത്ത നഷ്ടം. ഒറ്റ അടിക്ക് 1000 ഭാവങ്ങളല്ലേ എരച്ചു കയറിയത്. ഒലിപ്പിക്കല്ലേ ശരവണ. മഹത്തായ ആ 46ാമത്തെ പ്ലാനുമായിട്ടുള്ള വരവാണോ? അതെ, ഈ ചോദ്യത്തിലെ ഇഷ്ടക്കേട് എനിക്ക് മനസ്സിലായി. പക്ഷേ വരാതെ പറ്റില്ലല്ലോ. അതിപ്രഗത്ഭരായ എത്രയോ ആർക്കിടെക്റ്റുകളെ തഴഞ്ഞിട്ടാണ് മാധവേട്ടന്റെ സ്വപ്ന ഭവനം വരയ്ക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തത്. അതിന്റെ ഒരു വൈരാഗ്യ ബുദ്ധി ഞാനും കാണിക്കണ്ടേ? എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ ശരവണ. നടന്നല്ലോ. എനിക്ക് ഒട്ടുമില്ലാതിരുന്ന ഒരു സാധനം സ്വന്തമായി കിട്ടിയില്ലേ? ക്ഷമ. ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ പ്ലാൻ വരയ്ക്കണമെന്ന് ഞാൻ വരച്ച് 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 പഠിച്ചു. നീ കുറച്ച് ഇല്ല, സത്യം. പക്ഷെ ഈ പ്ലാൻ, ഇത് കണ്ട് മാധവേട്ടൻ എന്നെ മാറോടണച്ച് സുമംഗലിയാ. എല്ലാം മംഗളമായിട്ട് കലാശിക്കുന്നതിനെയാണ് ഞാൻ സുമംഗലി എന്ന് ഉദ്ദേശിച്ചത്. പിടിക്ക്, നിവർത്തി നോക്ക്. കണ്ടില്ലേ? ഡ്രോയിങ് റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു ഇടനാഴി, വലത്തേക്ക് തിരിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം. കണ്ട കണ്ട ആ കിടപ്പുമുറിയുടെ കിടപ്പ് കണ്ട, കിച്ചന്റെ എഴുന്നേറ്റുള്ള നിൽപ്പ് കണ്ട. എന്തൊരു പ്ലാൻ, എന്തൊരു വര.
പിന്നെ രാവിലെയും വൈകിട്ടും ചുമ്മാ സൂര്യപ്രകാശം കയറി ഇറങ്ങാൻ വിശാലമായ ഹാളും ജനാലകൾ കണ്ട ജനാലകൾ. ഈ പ്ലാൻ എടുക്കണേ, ഇല്ലെങ്കിൽ എന്റെ പ്ലാൻ തെറ്റും. ഇതെന്തോന്ന്? ജനാല. ഇതിന് ഇവിടെയൊക്കെ കിളിവാതിൽ എന്നാണ് പറയാറ്. ശരിയെങ്കിൽ ബുദ്ധി ഉണ്ടായിട്ട് നിനക്ക്. ചേട്ടനല്ലേ പറഞ്ഞത് എന്റെ ബുദ്ധിയൊന്നും ആവശ്യമില്ല, ചേട്ടൻ പറയുന്നത് പോലെ വരച്ചു തന്നാ മതി. എടാ, ഈ ജനാലകൾ തെക്കൻ കാറ്റ് കടന്നു വരാൻ പാകത്തിൽ വലുതായിരിക്കണം. പ്രകൃതിയുമായി രമിച്ചു നിൽക്കണം വീട്. അത് രമിപ്പിക്കാം, നമുക്ക് സംസാരിച്ച് രമിപ്പിച്ചൂടെ? ഇതെന്തോന്ന്? ഏത് ഇത് ഇത് മുറി ദേവമോളുടെ മുറി 125 സ്ക്വയർ ഫീറ്റാ. ഇതാണ് നമ്മൾ പറഞ്ഞ വലിപ്പം. എടാ, ഇതിന്റെ ഇരട്ടിയെങ്കിലും വേണം ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. പഴയ പ്ലാനിൽ ഇത് വലുതായിരുന്നല്ലോ. പിന്നെന്താ അലക്കി ഇപ്പൊ ചുരുങ്ങിപ്പോയ? ഞാനിപ്പോ കാണിച്ചുതരാം, ഇങ്ങോട്ട് വന്നേ. ദേ, ഇത് കണ്ട മോളുടെ മുറി വലുതാണിത്. കഴുത, അത് ഈ പ്ലാനിൽ വരേണ്ടതല്ലേ? ഇരുന്നെഴുന്നേൽക്കുന്ന പോലെ പെമ്പിള്ളേര് വലുതാവുന്നത്. ദിടീന്ന് പറയുമ്പോഴേക്ക് കല്യാണ പ്രായമാവും. അതിപ്പോ എന്റെ കുറ്റം അല്ലല്ലോ. എടാ, പൂജാമുറിയുടെ നേരെ മോളില് കക്കൂസ്. എടാ, നിന്റെ മോളത്ത് നില ഒഴിഞ്ഞെടുക്കണം. അയ്യോ, ചേട്ടനോട് ഇത് ആരാ പറഞ്ഞേ? ബ്രോക്കർ കുട്ടപ്പനായിരിക്കും. ബ്രോക്കർ കുട്ടപ്പനല്ല, നിന്റെ അളിയൻ ശശി. എടാ മന്ദ, ഒരു കാലിത്തൊഴുത്തിന്റെ പ്ലാനെങ്കിലും നീ നേരെ വരച്ചിട്ടുണ്ടോ? ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന്. എടാ, പറഞ്ഞതുപോലെ നീ ചെയ്താ പോരെ, നീ ഓവറാക്കുന്നതിന്. ഇനി മേല ഇതുമാതിരി കോമാളി പ്ലാനും വരച്ചോണ്ട് വീട്ടിൽ. അയ്യോ, അച്ഛൻ്റെ ദൈവൂട്ടി ഇത് കണ്ട് പേടിക്കുന്നു വേണ്ട. മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു മണ്ടന്റെ കഥ പഠിച്ചിട്ടില്ലേ? ആ മണ്ടനാണ് ഈ ചെക്ക് ഷർട്ടിട്ട മാമൻ. അയ്യോ, ശരിയായി. മാധവേട്ട, ദേ ഇങ്ങോട്ട് വന്നേ. ഇതാ ചേട്ടൻ ഉദ്ദേശിച്ച പ്ലാൻ. തെക്കൻ കാറ്റ്, വലിയ ബെഡ്റൂം, പൂജാമുറി. അയ്യോ, ഇതിനെ ഞാൻ വജ്രപ്പശ കൊണ്ട് ഒട്ടിച്ച് ഒറ്റ പേപ്പറിലാക്കി ഞാനൊരു വരവുണ്ട്. അപ്പതേ കണ്ടില്ല കേട്ടില്ല എന്ന് മാത്രം പറയരുത്. എന്റെ പ്ലാനിൽ ഒരു വീട് വെച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ മാധവൻകുട്ടി ചേട്ടാ? പോയിട്ട് വരണ്ട, ഞാൻ വരും. ഏത് സമയത്താണ്? ചേച്ചിക്ക് പഞ്ചസാര കുറവാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നും വണ്ടി കേടായല്ല സാറേ. ഞാൻ എത്ര നാൾ കൊണ്ട് പറയുന്നു ഈ ചക്കട സ്കൂട്ടർ മാറ്റി നല്ലൊരു കാറ് വാങ്ങാൻ. നല്ല കണ്ടീഷൻ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ എൻ്റെ കയ്യിലുണ്ട് സാറേ. കയ്യിലുള്ളതെല്ലാം കൂട്ടി വെച്ചാലേ ഗോപി, നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നേർച്ചക്കിടാം. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കട്ടൻ. സാറേ, നമ്മുടെ ഗോപി ഒരു സെക്കൻഡ് ഹാൻഡ് കച്ചവടം നടത്തിയ കാര്യം മാധവൻകുട്ടി സാർ അറിഞ്ഞായിരുന്നോ? അക്കൗണ്ട്സിലെ നമ്പീശൻ സാറിന് ഒരു 2ാം കെട്ട് ഒപ്പിച്ചു കൊടുത്തു. ആ പെണ്ണ് 2 മാസം കഴിഞ്ഞപ്പോ അയൽവക്കക്കാരന്റെ ഓടിപ്പോയി. മുടിഞ്ഞ മൈലേജ് തന്നെ. അതെ, ഇവിടുന്ന് ഓടിയ പെണ്ണെ ചെന്ന് നിന്നതങ്ങ് കൽക്കട്ടയിലാ. ഇതൊന്നും മാധവൻകുട്ടി സാർ അറിഞ്ഞില്ലേ? ഓ, എന്റെ ലീലാമ സാറേ, നിങ്ങൾ പെങ്കൊച്ചിന്റെ പേരെടുക്കാൻ പോയ ശേഷം ഇത്തരം വാർത്തകളും ഞങ്ങൾ അറിയാറില്ല. ഓ, പിന്നെ മാധവൻകുട്ടി സാറിനെ നാരായണ സാർ അന്വേഷിക്കുന്നു. ഓ, എന്നാ കുറച്ച് ലേറ്റ് ആയി. അത് സത്യം. സാറെന്ന് 9:50 വരുന്നല്ലേ? ഇവിടെ നിന്നും 12 മണിക്ക് വരുന്നവരെ പുള്ളിക്കാരൻ അന്വേഷിക്കാറ് പോലും ഇല്ല. തന്റെ ഹോം ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. അതെയോ? ഇത്ര പെട്ടെന്നാവുന്ന്? എങ്ങനെയായാലും 3-4 മാസം പിടിക്കുമെന്ന് കരുതിയതാ. പറയുമ്പോൾ സർക്കാർ കാര്യം മുറ പോലെയെന്നാണെങ്കിലും നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങൾ നടക്കണ്ടോ? ഞാൻ ഈ കാര്യത്തെ കുറച്ച് ഇൻട്രസ്റ്റ് എടുത്തെന്ന് വെച്ചോ, മാസം തോറും നല്ല അടവ് വരും. എന്നാലും സാരമില്ല. വീട്, വണ്ടി, കല്യാണം, ഇതിനൊക്കെ സമയമുണ്ടെന്നല്ലേ സാർ? സത്യം. പക്ഷേ തനിക്കൊന്ന് മാറ്റമാണ് എനിക്ക് അതിശയം. 1/2 ദിവസത്തെ ലീവും വാങ്ങിപ്പോയി 4 ദിവസം കഴിഞ്ഞ് പൊങ്ങണാണല്ലേ താൻ. എന്നിട്ട് ഓരോ സീരിയലിലും പാടാവുകാരൻ്റെ വേഷം, ചായക്കടക്കാരൻ്റെ വേഷം, ഡയലോഗും ഇല്ല, അഭിനയവും ഇല്ല. അയ്യോ, സാറിന് അങ്ങനെ കളിയാക്കരുത്. ഡയലോഗുള്ള വേഷമൊക്കെ ഞാൻ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം വെച്ച് കിട്ടിയല്ലോ. ദേ ഇപ്പം വീടും വെക്കാൻ പോകുന്നു. നന്നായി. താങ്ക് യു സാർ. ഞാൻ ആ PF എന്നുള്ള ലോണിൻ്റെ കാര്യം മോഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വീട് വെക്കാന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെ. കോൺട്രാക്ടിങ് പരിപാടി ഒന്നുമില്ല സാർ, എല്ലാം നേരിട്ട് തന്നെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുമെന്നർത്ഥം. ഒരു നല്ല കാര്യത്തിനല്ലേ? ചിലവുണ്ട് കേട്ടാ. മൊത്തത്തിൽ ചിലവാണ് സാർ. കൈ കൊണ്ടെടുക്കാം. നാരായണ സാറിന്റെ റെക്കമെൻഡേഷൻ ഉണ്ടാവുന്ന ഉറപ്പാ, അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ലോൺ ശരിയാവത്തില്ല. അതിപ്പോ എന്തായാലും നന്നായി. എന്നായാലും ഇവിടെ നിന്ന് മാറേണ്ടതല്ലേ? നിന്റെ ചേച്ചി ഇപ്പൊ ദുബായിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും അതല്ലല്ലോ എൻ്റെ ഒരു ശരി. ഈ വീട് അവക്കെന്ന് നീ പണ്ടേ പറഞ്ഞ വാക്കാ ഭദ്രനോടേ. അതുകൊണ്ട് നീ വേഗം മാറുന്ന തന്നെയാ നല്ലത്. ഞാൻ മാറുമെന്ന് വെച്ചാ അമ്മയുടെ പോന്നു. നിന്റെ അച്ഛൻ പണിത വീടാ ഇത്. ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ വരുമെന്ന് എൻ്റെ മോൻ സ്വപ്നം പോലും കാണണ്ട. ഇവിടെ കിടന്ന് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. കണ്ണടയ്ക്കുന്നൊക്കെ ഓക്കെ. ഇതേ കോർപ്പറേഷൻ പരിധിയാ. വെറുതെ ഇലക്ട്രിക് ശ്മശാനം വരെ പോണ്ട കാര്യമുണ്ടോ? എൻ്റെ വീടാവുമ്പോൾ ഞങ്ങളെ കണ്ടോണ്ട് കിടക്കാം. ഇതെന്തൊക്കെയാ പറയുന്നേ?
അയ്യോ ഇലക്ട്രിക് മസാനൊന്നും എനിക്ക് പറ്റത്തില്ല. ദേഹമൊക്കെ പുള്ളി കൊടുന്നു. അയ്യോ ഞാനില്ല. പൊള്ളോ എന്റെ അമ്മേ. വേണ്ട വേണ്ട. ഇപ്പോഴിപ്പോഴായിട്ട് വാശി കൂടുതലാ. ഇത്തിരി ചോറ് വാരി കൊടുക്കണമെങ്കിൽ കുസ്തി പിടിക്കണം. എന്ത് കണക്ക് കൂട്ടാ? കിടക്കണ്ടേ? ആ ഞാനൊരു റഫ് എസ്റ്റിമേറ്റ് ഇടുമായിരുന്നു. വീട്ടുകാലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കേണ്ടി വരും. റേഷനരിയൊക്കെ കഴിച്ച് ശീലിച്ചോ മോളെ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അച്ഛൻ പണ്ടേ പറഞ്ഞതല്ലേ ആ വീടിന്റെ പ്ലാൻ അങ്ങോട്ട് കൊടുത്താൽ മതി, വേറൊന്നും അറിയണ്ടാന്ന്. എടി നിന്റെ അച്ഛൻ മീനത്തേൽ വിക്രമൻ നായർ സർവീസിൽ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങേരോളം വലിയൊരു കൈക്കൂലിക്കാരൻ കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. കുറച്ചു കാലം കൂടെ മൂപ്പര് സർവീസിൽ ഉണ്ടായിരുന്നെങ്കിൽ നെന്മാറ താലൂക്ക് മുഴുവൻ പൊന്നും പണ്ടുമായിട്ട് നിന്റെ അമ്മയുടെ കഴുത്തിൽ കിടന്നേന്. വെറും 42 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളെങ്കിലും അന്യന്റെ 1 രൂപ പോലും ആഗ്രഹിക്കാതെ ജീവിച്ചു മരിച്ച മുല്ലശ്ശേരി ഭാസ്കരൻ നായരുടെ മകന് മീനത്തേൽ വിക്രം നായർ പണിഞ്ഞു തരുന്ന വീട്ടിൽ കിടന്ന പെടലി ഉറക്കിയല്ല. എന്റെ അച്ഛനെ കുറ്റം പറയുന്നത് കേട്ടോ. അല്ല എടീ മോളെ, എന്തെങ്കിലും ഒരു കുറവ് വേണ്ടേ നിനക്ക്? അത് വിട. നീ മോളെ ചെടി ഇങ്ങോട്ട് വരുന്നു, ഇത് ഞാൻ അങ്ങോട്ട് വരുന്നു. ആരും ഇപ്പൊ എങ്ങോട്ടും വരണ്ട. ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എനിക്ക് അച്ഛൻ അവിടെ തന്നെ ഉണ്ട്. വണ്ടി നിർത്തിക്കേ. നിർത്ത്. എന്തോന്നേ ഷൂട്ടിങ്. മാഞ്ചേട്ടാ, ഈ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്താണോ? മാഞ്ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒറ്റപ്പാലത്ത് പോകണമെന്ന് പറഞ്ഞ 1000 രൂപ വാങ്ങിച്ചോണ്ട് ഒരുത്തം പോയില്ലേ, അവൻ ദോ നിൽക്കണം. എവിടെ? ദാണ്ട് ഇപ്പുറത്ത് ആ കാക്കിയിട്ട പോലീസുകാരൻ. ക്യാമറ നോക്കിയിട്ട് വേണം നമ്മുടെ എക്സ്പ്രഷൻ വരാൻ. കണ്ണൊക്കെ മുടിച്ചു മോഹമൊക്കെ ഇങ്ങനെ. മോനിച്ച് ഇനി സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എടാ ഈവൻ എന്നൊരു പണി എടുത്തിട്ടുണ്ട് പായ്ക്കാരെ. ഒറ്റപ്പാലം നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളുടെ ഓരോരോ ടെൻഷൻ. ഒന്നുമില്ല, ഞാനിപ്പോ റോഷൻ ആൻഡ്രൂസിന്റെ പടം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോഷ് സാറിന്റെ പടത്തിലോട്ട് വിളിക്കുന്നത്. റോഷൻ ആൻഡ്രൂസിന്റെ പടം വേണോ, ജോഷ് സാറിന്റെ പടം വേണം. ഞാൻ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഞാൻ പിന്നെ നമ്മുടെ റോഷനോട് കാര്യം പറഞ്ഞു, റോഷൻ പൊക്കളാനും പറഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? ജോഷ് സാറിന്റെ പടം അപ്പോൾ മാറ്റി വെച്ച് ഇപ്പൊ അതുമില്ല ഇതുമില്ലാത്തൊരവസ്ഥ, 2 പടവും. ഈ റോഷൻ ആൻഡ്രൂസ് സാർ ഇവന്റെ അളിയൻ. അവൻ വിളിച്ചത് കേട്ടാ? റോഷൻ വേഷമാണെന്നാലും കുഴപ്പമില്ല, നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ അമ്പളിച്ചേട്ടന്റെ കാര്യം തന്നെ നോക്കും. മനസ്സിലായില്ലേ? അയ്യോ ജഗതി ശ്രീമാർ, ഇത് വേഷത്തിന്റെ അല്ലേ, നമുക്ക് ഇതിനെ പെർഫോം ചെയ്യാന്നുള്ളത്. ഒരു മിനിറ്റ്. നമസ്കാരം സാർ. ഒന്നുമില്ല, റോഷൻ ആൻഡ്രൂസ് സാറിനും ജോഷ് സാറിനും സുഖാണെന്ന് അറിയാൻ വേണ്ടി വന്നു. അമ്പിളിച്ചേട്ടൻ. മാധവൻ കുട്ടി, വീട്ടിൽ കുറച്ച് കാശ് കൊടുക്കണമായിരുന്നു. ഇവിടെ നിന്നോണ്ട് നിന്നോട് എങ്ങനെ ചോദിക്കുന്നത്? അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് പോവാന്ന് കള്ളം പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇതാണോ ഈ പടത്തിൽ നിന്റെ വേഷം? ഇതും ഒരു വേഷം. ഈ ഒറിജിനൽ പോലീസുകാരാണെങ്കിൽ അവർക്ക് ബാറ്റ കൊടുക്കണം, പിന്നെ സ്റ്റേഷനിൽ പടി കൊടുക്കണം. ഞങ്ങളാകുമ്പോൾ ഈ യൂണിഫോമും പിന്നെ 3 നേരം ഒരു പിടി ചോറും തന്നാൽ മതിയല്ലോ. ഇത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സീനാണ്. ആ സമയത്ത് പാത്രവും കഴിയണം. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നല്ലൊരു റോള് തരുമെന്ന് കരുതിയിട്ടാ. ശരിടാ, നിന്റെ പണി ഇറക്കട്ടെ. ഞാൻ നിന്നെ കണ്ടപ്പോ കയറിയേ ഉള്ളൂ. അയ്യോ അത് പറ്റില്ല, എന്റെ സെറ്റ് വന്നിട്ട് ചായ കുടിക്കാതെ പോനോ? ഇങ്ങോട്ട് വന്നേ. ചായ വേണ്ട. അയ്യോ പറ്റില്ല, ഒരു ചായ കുടിക്കാം. അനി ഇതാ ചായ എടുത്തടാ. ഞാൻ മെയിൻ ആളല്ലേ. അനി ചൂടായിട്ട് 3 ചായ എടുത്തേ. കടിയൊന്നുമില്ല. കടിയുള്ള ഒരുത്തനുണ്ട് ഇതിലെ ഹീറോ. എവിടെ ചെളുത്തലേ? ഞാൻ അവിടെ നിന്ന് അഭിനയിച്ചോണ്ട് നിൽക്കുന്നു. കുടിക്ക് ആവശ്യത്തിന് കുടിച്ചോട്ടാ, വേണമെങ്കിൽ ഇനിയും തരും. പ്രൊഡ്യൂസർ വന്നു. ചേട്ടാ കൊടയായിട്ട് ചെല്ല്. അതാണ് പ്രൊഡ്യൂസർ വിശ്വനാഥ് സാറ്. നല്ല മനുഷ്യനോട്ടോ, ഞങ്ങൾ ഭയങ്കര കമ്പനിയാ. മുല്ലശ്ശേരി വീട്ടിലായതുകൊണ്ട് നിനക്ക് 2 കൊമ്പുണ്ടോടാ വെള്ളപ്പാറ്റേ. എന്തിനു വിശ്വാ വെറുതെ ഇങ്ങനെ? നമുക്ക് കൂട്ടായിട്ടിരുന്നാ പോരെ? നമസ്കാരം സാർ. ആരാടാ ഇവന്മാർക്ക് ചായ കൊടുത്തത്? ഞാനാ സാർ. എന്റെ ഫ്രണ്ട്സാണ് സാർ, എന്നെ കാണാൻ വന്നാ. അതിന് നീ ആരടാ? ഞാനിവിടെ തൊട്ടപ്പുറത്ത് മാരിയമ്മൻ കോവിലില് കന്നിവീത്ത് നടക്കുന്നുണ്ട്. ബോസിന് ഞണ്ണ ഉള്ളവനൊക്കെ
അവിടെ പോയി ഞണ്ണിക്കോണം. അല്ലാതെ എൻ്റെ സെറ്റിൽ കിടന്ന് നിരങ്ങരുത്. സാർ എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞു. ഇടയ്ക്ക് വിട്. ഇത് ഞങ്ങൾ തമ്മിലുള്ള പഴയ കണക്ക്. അപ്പോൾ നീയൊന്നും മറന്നിട്ടില്ല. നിന്റെ പണി നടക്കട്ടെ. പോട്ടെ വിശ്വ. ഈ സ്കൂളിൽ തുടങ്ങുന്ന സൗഹൃദങ്ങൾ അതുപോലെ ശത്രുതയും ജീവിതകാലം മുഴുവനാണെന്ന് പറയുന്നത്ര സത്യ. 10 പേരെ ഒരേ ക്ലാസ്സിൽ, ഞാനും ഇവനും പിന്നെ ഖാലിദും. പഠിത്തത്തിലും സ്പോർട്സിലും യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇവൻ രണ്ടാമനാ, ഞാൻ ഫസ്റ്റ്. വേവ് ഓടുമ്പോൾ ഇവനും സിൽബന്തികളും കൂടെ എന്നെ സ്കൂളിൻ്റെ ബാക്കിൽ ഇടവഴിയിലിട്ട് തല്ലാൻ നോക്കും. അന്ന് എന്നെ രക്ഷിച്ചു പോകുന്ന ഖാലിദ, എൻ്റെ ബോഡി ഗാർഡ്. അന്നത്തെ ചുരുക്കം അവൻ ഇന്നും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. യവനെ കുറേ കാലം കാണാനില്ലായിരുന്നു. എവിടെ നിന്ന് കുറച്ച് കാശ് ഒപ്പിച്ചുകൊണ്ടുള്ള വരവാ. സ്ത്രീധനമായിരിക്കും. കാശുള്ള ഏതോ പെണ്ണിനെ സ്കൂപ്പി കാണും. ആയിരിക്കും. സ്വന്തമായിട്ടുണ്ടാക്കാൻ വഴിയില്ല. അതുകൊണ്ട് എന്താ, ബെൻസ് കാറും സിനിമാ പിടുത്തവും സുഖ ജീവിതം. ആ തഹസീൽദാർ വിക്രമൻ നായരോട് പറഞ്ഞാൽ മരുമോന് BMW വാങ്ങിച്ചു തരൂലേ? അപ്പോ ദുരഭിമാനം. പകരം ഈ ചക്കട വണ്ടിയും ക്ലർക്ക് ജോലി. നമുക്ക് ഈ ബെൻസ് മതി മോഞ്ഞേ. ഈ ബെൻസ് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവൂ? അടിക്ക്. ലോകാത്ഭുതങ്ങളെ. അപ്പോ സീതാപഹരണമാണ് ഉദ്ദേശം അല്ലേ മാധവൻകുട്ടി? അല്ല, ഞാൻ സീതയുടെ അമ്മോട് പറയുകയും ചെയ്തു അത്താഴകൂട്ടിന് മാധവൻകുട്ടി കാണും. മീനത്തേൽ വിക്രമൻ നായർ സത്യസന്ധനായ ഒരു കൈക്കൂലിക്കാരനാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിലെനിക്ക് അഭിമാനമുള്ളൂ. 1.5 വർഷം കൂടി ഞാൻ തഹസിൽദാരായിട്ടിരുന്നാൽ നെന്മാറ താലൂക്ക് പൊന്നും പണ്ടവുമായിട്ട് എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഇരുന്നാനെന്ന എന്നോട് സ്നേഹമുള്ളവർ പറയണേ. ഞാൻ മാധവൻകുട്ടിയെ ഉദ്ദേശിച്ചല്ല പറയണേ. കഴിവുള്ളവരെ അംഗീകരിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് ഒരു മടിയില്ല. ഇത് വലിയ ശല്യമില്ലോ. ആണും പെണ്ണുമായിട്ട് ഒന്നല്ലേ ഉള്ളൂ. അവളും അവളുടെ നായരും കുട്ടികളുമായിട്ട് കൺമുമ്പിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇത്രയും വലിയൊരു വീട് ഞാൻ വെച്ചത്. മരുമോന്റെ ഒപ്പം ഇരുന്ന് ഇങ്ങനെ 2 എണ്ണം അടിക്കുക, അതൊരു സുഖല്ലേ? പക്ഷേ മാധവൻകുട്ടിയാണെങ്കിൽ കഴിക്കൂല. ഒരു സോഡയെങ്കിലും കഴിക്കണ്ട മാധവൻകുട്ടി. ഞാൻ കഴിക്കാം. ആ, ഇതിപ്പോ ഭർത്താവിന്റെ വീട് വിട്ട് ഒരു ദിവസം പോലും ഇവിടെ വന്ന് നിൽക്കാൻ എൻ്റെ മോൾക്ക് മനസ്സുമില്ല, സമയവുമില്ല. ആ, മാധവൻകുട്ടി ഇരിക്കട്ടോ, ഞാനിപ്പോ വരാം. എന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എവിടെ പോയി? ഗ്ലാസ് കയ്യിലുണ്ട്. ആ, അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ അല്ല, എന്റെ ഫോണോ? ഇതാ മൊബൈൽ. നിന്നെ ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന കാര്യമൊക്കെ നീ ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എന്നോട് ചോദിച്ച താലൂക്ക് വിഴുങ്ങിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ അച്ഛനല്ല, ഞാൻ നിന്നെ ഭർത്താവല്ലേ. അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല. നീ റെഡിയോ? അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ചമ്മലായി. ഇവിടെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ തെങ്ങ് വെട്ടേണ്ടി വരരുത്. ഇങ്ങോട്ടോ അല്ല, ഇതിപ്പോ 2 അടി മാറ്റി അങ്ങോട്ട്. നല്ല കയവലുള്ള തെങ്ങ് വെറുതെ കളയുന്ന. അതും ശരിയാ. ഇതിപ്പം ഇവിടെ നിന്ന് പിടിച്ച അളന്നാ കറക്റ്റാ. എന്നവളേ അടി എന്നവളേ എന്റെ ഇതയത്തെ തുറന്നു വിട്ടാൻ. കുറെ നേരമായില്ലേ കുറ്റിയും പിടിച്ചോണ്ടിരിക്കുന്നേ, എന്തെങ്കിലും ജോലി. അളിയ ഈ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ നിത്യ സന്ദർശകനായിരിക്കും. അതിന് നിന്നെ ഞാൻ ഈ ഏരിയയിൽ അടുപ്പിക്കില്ലല്ലോ. അളിയ ഷീസ് ഗുഡ്, നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ബ്യൂട്ടിഫുൾ ലേഡി. ഈ ചുരിദാറ് ചുള്ളിക്കമ്പ് ചുറ്റി കണ്ടാലും ഇവൻ പറയും ബ്യൂട്ടിഫുൾ ലേഡി. എടാ, ഇവനെ കുട്ടിക്കാലത്ത് ആരോ കാര്യയെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഏതോ വേലക്കാരി ഐറ്റം. അളിയ ചുമ്മാ കൊതിപ്പിക്കല്ലേ. മഞ്ചേട്ട സമയം പോണു. ഈ കാമ്പരാന്ത് ഇവിടെ നിൽക്കട്ടെ. ദേവസ്വം സാർ 6:30 ക്ലബ്ബിൽ കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. കിട്ടിയാൽ എനിക്കൊരു ഗവൺമെന്റ് ജോലിയാ. അളിയ ചെല്ല്, ഞാൻ ഇവിടെ നിൽക്കാം. നീ ശരിക്കും ഇവിടെ നിൽക്കാൻ പോവാണ്? മുട്ടിയാ തുറക്കുമെന്നല്ലേ അളിയ? ഈ കാര്യത്തിനൊന്നും ബൈബിളിൽ തൊട്ട് കളിക്കരുത്, ദൈവദോഷമാണ്. എടാ, ഞാൻ ബൈബിളിൽ തൊടും, പക്ഷെ ഭഗവത്ഗീതയുടെ കാര്യം പറയുമ്പോ മാത്രം നീ റിയാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഏത് സമയത്തടാ? കഷ്ടം തന്നെ. രവി മുതലാളി, ഇന്നെന്താ നേരത്തെ തുടങ്ങിയോ? ഇതെന്തോന്ന് രവി ചേട്ടാ? ക്ലബോ NGO അസോസിയേഷൻ ഹാളോ? കണ്ട പ്യൂണും ഗുമസ്തനും ഒക്കെ കയറി നിരങ്ങുന്നുണ്ടല്ലോ. ആരാ വിശ്വ? ആദർശം വിളമ്പുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കാര്യം കാശായിട്ടൊന്നും വാങ്ങൂല, പക്ഷെ ഓസന്ന് കേട്ട കമഴടിച്ചങ്ങ് വീഴും. അതിപ്പോ ചായ ആണെങ്കിലും ചാരായ ആണെങ്കിലും.
കൊണ്ടുവരുന്നവർക്കെങ്കിലും അത് തോന്നണ്ടേ? ഒരുമാതിരി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടീമുമായിട്ട് ഈ ദേവസി സാർക്ക് ഇങ്ങനെ തുടങ്ങിയ. വിശ്വ, ഞാൻ ഈ ക്ലബിലെ മെമ്പറാ. ഇവരെന്റെ ഗസ്റ്റും. കൃത്യമായ ഗസ്റ്റ് ഫീ അടച്ചിട്ട് എവിടെ ഇരിക്കുന്നത്? എന്നാലും ഗസ്റ്റുകളെ കൊണ്ടുവരുമ്പോ തരാതരക്കാരെ വേണ്ടേ കൊണ്ടുവരാൻ? ഏതായാലും ഞാൻ നമ്മുടെ സെക്രട്ടറി ഫിലിപ്പോ സാറുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ അലവലാദികൾ ഇവിടെ കേട്ടണോ വേണ്ടയോ എന്നൊരു തീരുമാനം ഉണ്ടാവണല്ലോ. ഓസിന് കള്ളടിക്കാൻ വരുന്ന സർക്കാർ ഗുമസ്തനാണോ ഇവിടെ വരാന്നൊന്ന് അറിയണല്ലോ. വിശ്വ, എന്താ നിന്റെ പ്രശ്നം? സാറ് പ്രശ്നം തീർക്കാൻ ഇറങ്ങിയതാ? വിശ്വ, നമ്മൾ തമ്മിൽ സിനിമാ പോസ്റ്ററിനും കല്ല് പെൻസിലിനും വേണ്ടി വഴക്കടിച്ചൊരു കാലമുണ്ടായിരുന്നു. അത് അന്നേരം കഴിഞ്ഞു. ജീവിതം ഒരുപാട് മുന്നോട്ട് പോയില്ലേ? ഇല്ലടാ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ 1ാം സ്ഥാനത്ത് കാണുന്ന നിന്നെയാണ്. പക്ഷെ വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലും കോളേജിലും ഷൈൻ ചെയ്യുന്നവരൊക്കെ ജീവിതത്തിൽ ഒന്നും ആവാതെ പോകുന്നു. അത് തെറ്റല്ലെന്ന് നീ തെളിയിച്ചു. ശരി, ഇപ്പൊ സമാധാനമായോ? കുറച്ച്. ദേ ഇത്രയും എണ്ണിച്ചുട്ട അപ്പം പോലെ ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ വക പേനയുന്തുകാരനായിട്ട് എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തന്നല്ലോ ദൈവം. എന്റെ ശ്രീപത്മനാഭ, എനിക്ക് തൃപ്തിയായി. വിശ്വനാഥ, നീ ഇപ്പോഴും കിട്ടാത്ത 1.5 മാർക്കിന് വേണ്ടി വഴക്കടിക്കുന്ന ആ പഴയ സ്കൂൾ കുട്ടി തന്നെയാണ്. അതേടാ, ആ സ്കൂൾ കുട്ടി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇവിടം വരെ എത്തിപ്പിടിച്ചത്. നിങ്ങൾ 2 മിടുക്കന്മാരുണ്ടായിരുന്നല്ലോ. എവിടെ മറ്റവൻ? നിന്റെ അന്നത്തെ ബോഡി ഗാർഡ് ഖാലിദ്. ദുബായിലോ ഷാർജയിലോ ഏതോ അറബിക്ക് ദാസപ്പണി ചെയ്യുവാന്നാ അവസാനം അറിഞ്ഞത്. സമ്മതിച്ചു, നീ വലിയ പ്രൊഡ്യൂസർ, പണക്കാരൻ. ഞാനും ഖാലിദും ഒക്കെ ഒന്നിനും കൊള്ളാത്ത ജന്മങ്ങൾ. തീർന്നില്ലേ? തീർന്നില്ലടാ. എടാ, സ്വപ്നം കാണാൻ പറ്റുമോ നിനക്കൊക്കെ? എൻ്റെ ഇന്നത്തെ സ്റ്റാറ്റസ്, എൻ്റെ പൊസിഷൻ. ഒരു മനുഷ്യന് സഹിക്കാവുന്ന അപമാനത്തിനൊരു പരിധിയുണ്ട്, ക്ഷമയ്ക്കൊരതിരുണ്ട്. ഞാനൊരു സ്വപ്നം കാണട്ടെ വിശ്വ. ഞാനങ്ങനെ ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ നീ തോറ്റിട്ടേ ഉള്ളൂ. സ്കൂൾ യുവജനോത്സവത്തിൽ, സ്കൂൾ ഡ്രാമയിൽ, 70s, പരീക്ഷകളിൽ, എല്ലായിടത്തും. ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ടു തുടങ്ങുക, ഒരു സിനിമാ സ്വപ്നം. ഇന്നേക്ക് 6 മാസം തികയും മുമ്പ് മുല്ലശ്ശേരി മാധവൻകുട്ടി ഒരു സിനിമ എടുത്തിരിക്കും. അത് കാണാൻ നീയും ഉണ്ടാവും. നിനക്ക് ഒരുങ്ങിയിരിക്കാം എൻ്റെ മുന്നിൽ വീണ്ടും തോൽക്കാൻ. മജേട്ട ഫോൺ. ആ, എനിക്കറിയില്ല, ഏതോ ഒരു ശശാങ്കൻ പ്രാവച്ചമ്പലം. ഇതിപ്പോ 3ാമത്തെ തവണയാ. ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ശശാങ്കൻ പ്രാവച്ചമ്പലം, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാ. അതിന് ഇതൊക്കെയാണ് സാറേ നിമിത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാറ് റിജൻസി ക്ലബിൽ വെച്ച് സാറിന്റെ പുതിയ പടം അനൗൺസ് ചെയ്യാനും അതെന്റെ കൂട്ടുകാരൻ കേൾക്കാനും അത് ഞാൻ അറിയാനും അല്ല. പടം അനൗൺസ് ചെയ്ത ഇതൊക്കെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് മിടുക്കനായ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന്റെ ലക്ഷണം. അതൊക്കെ പോട്ടെ സാറേ. അപ്പൊ നമുക്കിതൊരു സംഭവമാക്കണം. സംഭവം എന്ന് വെച്ചാൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അല്ല, ഞാനങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്നല്ലേ, ഇൻഡസ്ട്രിയല്ലേ, അതിൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ സാർ. സാറ് ടെൻഷൻ അടിക്കണ്ട, നേരിൽ കാണുവാനെല്ലാം കൃത്യമായിട്ട് പറയാം. ഓക്കെ. കേട്ടോ സാറേ, ചിലര് പറയും സിനിമ ഒരു കലയാണ്, ചിലര് പറയും സിനിമ സാങ്കേതികത, അതായത് ടെക്നോളജിയാണെന്ന്. എന്നാൽ ഞാൻ പറയുന്നു സിനിമ വെറും കച്ചവടമാണ്, വെള്ളം ചേർക്കാത്ത ഉഗ്രം കച്ചവടം. അല്ല ശശാങ്ക, ഞാൻ ഈ AG's ഓഫീസിൽ വേറൊരു സാർ എന്താണെന്നോ ആരാണെന്നോ അല്ല ഇവിടെ വിഷയം. സിനിമ ഇങ്ങനെയാ. നമുക്ക് സിനിമ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സിനിമക്ക് നമ്മൾ ആവശ്യമുള്ളപ്പോ സിനിമ നമ്മളെ വിളിക്കും. അപ്പോഴേ ശശാങ്ക, ഇതിന്റെ ഒരു ബിസിനസ് സൈഡ് അതെങ്ങനെ? സിമ്പിൾ അല്ലേ സാറേ. നമ്മുടെ ഉദിച്ചുയർന്ന താരം പ്രതാപ് കുമാറിന്റെ ഡേറ്റ് കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ ചാനലുകാർ ക്യൂ നിൽക്കും സാറ്റലൈറ്റിന് വേണ്ടി. സാറ്റലൈറ്റ്? ശരിക്കും എന്താ ഈ സാറ്റലൈറ്റ്? സിമ്പിൾ അല്ലേ. നമ്മുടെ പടം TV-യിൽ കാണിക്കാനുള്ള അവകാശം ചാനലുകാർ വാങ്ങുന്നു, അതിന് നമുക്ക് പണം തരുന്നു, അത് മുൻകൂറായിട്ട്. അത് കൊള്ളാലോളയാ. എന്നാൽ എത്ര കിട്ടും കയ്യിൽ? അതിപ്പോ നമ്മുടെ പ്രതാപനാണെങ്കിൽ സാറ്റലൈറ്റ് മാത്രം 1.15, 1,15,00,000 രൂപ. അല്ല, ഈ പ്രതാപ് കുമാർ എന്ന് പറയുമ്പോ വളർന്നു വരുന്ന താര സൂര്യനല്ലേ, പൊന്നും വിലയല്ലേ ഡേറ്റിന്. പക്ഷെ എന്റെ കയ്യിൽ ഒരു ഡയറക്ടർ ഉണ്ട്, പുള്ളിയുടെ കയ്യിൽ പ്രതാപന്റെ ഡേറ്റും ഉണ്ട്. അയാളെ വരുത്താം. സാറ് കഥ കേൾക്ക്, എന്നിട്ട് തീരുമാനിക്ക്. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ മാധവേട്ട? ഒരു സിനിമ എടുക്കണമെങ്കിൽ കാശ് എത്ര വേണം? എന്തിന് എടി പ്രതാപ് കുമാറാണ് അഭിനയിക്കുന്നതെങ്കിൽ 1,15,00,000 സാറ്റലൈറ്റ്.
1,15,00,000 രൂപ. അതും പടം തുടങ്ങുമ്പോൾ മുൻകൂറായിട്ട് കയ്യിലൊടുങ്ങി വെച്ച് തരും. പിന്നെ ഓഡിയോ റൈറ്റ്, വീഡിയോ റൈറ്റ്, ഡിസ്ട്രിബ്യൂഷൻ. എടേ നമ്മുടെ പ്രതാപ് കുമാറിന് നല്ല മാർക്കറ്റാ. നമ്മുടെ പ്രതാപം നമ്മുടെ പ്രതാപം എന്ന് പറഞ്ഞാൽ പ്രതാപ് കുമാർ. മഞ്ചേട്ടാ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ഏതായാലും നമുക്ക് പറഞ്ഞിട്ടില്ല. എന്നാ ആരാ പറഞ്ഞത്? ഇവനെ മുല്ലശ്ശേരി ഭാസ്കരൻ നായരുടെ മകനാ. ഒരു സിനിമയൊക്കെ മുല്ലശ്ശേരിക്കാര് വിചാരിച്ചാലും നടക്കും. അല്ലമ്മേ, അത് നീ ഒന്നും പറയണ്ട. അമ്മ എതിര് പറയുമെന്ന് പേടിച്ചിട്ടാണെങ്കിൽ ആ പേടി വേണ്ട കേട്ടോ. ഇതാ മോനെ നിന്റെ വഴി. ആ വിറകുവര രാഘവന്റെ മോനേക്കാളും എന്തുകൊണ്ടും കേമൻ എന്റെ മോൻ തന്നെയാ. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ. അപ്പൊ എങ്ങനെ ഒരു തീരുമാനമായല്ലോ? ഞാനൊന്നും മിണ്ടുന്നില്ലേ? കണ്ടോ കണ്ടോ കണ്ടോ, അവളുടെ അടവ് കണ്ടോ? ഞാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. ഇവളാ താലൂക്ക് വിഴുങ്ങിയുടെ മോളല്ലേ? കള്ളത്തരം രക്തത്തിൽ കാണാതിരിക്കും. പോടാ മഹാഭാവി, പുണ്യം ചെയ്യണം ഇക്കാലത്ത് ഇങ്ങനൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടാൻ. അവന്റെ ഒരു അയ്യേ, നിങ്ങൾ അമ്മായിമ്മയും മരുമോൾ എപ്പോഴും ഗുലാനാണ്. എടി, നീ TV സീരിയലൊന്നും കാണാറില്ലേ? അമ്മായിമ്മയുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കുന്ന മരുമോള്, മരുമോളുടെ കയ്യിൽ തീ വെച്ച് പൊള്ളിക്കുന്ന അമ്മായിമ്മ, അങ്ങനെ എന്തെല്ലാം രസകരമായ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. പിന്നെ ഇതൊരു മാതിരി അടയും ചക്കരമോ എപ്പോഴും ബോറാട്ടാ. എന്നെ ബോറടിച്ചു തുടങ്ങിയോ? അയ്യോ, ഇനി എനിക്ക് ബോറടിക്കോ? നീ എന്റെ കാഞ്ചന സീതയല്ലേ. അച്ഛാ, അറിയാലോ, ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുക, വീണ്ടും പിച്ച വെച്ച് നടക്കുക. വീഴാന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് താങ്ങി പിടിച്ചോണേ. ശശാങ്ക, അയ്യേ, ഈ കൂതറ വേഷത്തിലാണ് പ്രതാപ് കുമാറിനെ കാണാൻ പോണത്. നല്ല അടിപൊളി പാന്റ് ഷർട്ടും വേണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതിനകത്തുണ്ട്. ഇവിടെ നിട്ടോണ്ട് ഇറങ്ങിയ ഒരു ചമ്മൽ. സാധാരണ ഞാൻ ഒരു പാന്റ് സെറ്റ് ആത്ത അമ്മയും ഭാര്യയും ഭയങ്കര കൂല. ഇത് ഭയങ്കര മോഡാണ്. നമ്മുടെ കണ്ണന്റെ സെറ്റപ്പാ. വണ്ടിക്കകത്ത് വെച്ച് മാറാം. ശരി ശരി, എന്നാ കേറ്. ആ ഡയറക്ടർ അന്നിൽ മൂക്കിപ്പൊടി കൊടുത്ത ഓന്തിനെ പോലെ തേരപ്പര ഓടി നടക്കുക. കേറ്. ശശാങ്കിന് ഇത്രയും വലിയ വണ്ടിയൊക്കെ ഉണ്ടോ? എവിടെന്ന് വാടകയ്ക്ക് എടുത്തല്ലേ? വെറും 2000 രൂപ. അയ്യോ, ഒരു ടാക്സി അംബാസഡർ മതിയായിരുന്നു. എന്റെ സാറേ, നമ്മൾ പ്രതാപ് കുമാർ സാറിനെയാണ് കാണാൻ പോണത്. ഒരു വെയിറ്റ് വേണ്ടേ? അത് മാത്രമല്ല, നമ്മൾ അങ്ങേരുമായി സംസാരിക്കുന്ന നേരത്ത് അങ്ങേരുടെ ഡ്രൈവർ നമ്മുടെ ഡ്രൈവറിനെ ഇന്റർവ്യൂ ചെയ്യും. എന്തിന്? നമ്മുടെ സെറ്റപ്പ് അളക്കാൻ. ഇവനാകുമ്പോ പ്രശ്നമില്ല, ഞാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലും മുന്തിയ 3 വണ്ടി ഈ വീടിന്റെ പോർച്ചിൽ കിടപ്പണമെന്ന് ഇവൻ പറഞ്ഞോളൂ. ഈ ശശാങ്കനെ സമ്മതിക്കണം. സാറേ, ശശാങ്കൻ ഇത് തുടങ്ങിയിട്ട് വർഷം 20ആയി. 2020. സാറ് കേറ്. ശശാങ്ക ബോറല്ലോ അല്ലേ? ഏയ്, അടിപൊളി. ഒരു വെളുത്ത ടൈ കൂടി കെട്ടായിരുന്നു. അയ്യോ, എന്നെ ഓർമ്മിക്കാത്തത്. അതെനിക്കറിയാം, ഈ ഡ്രസ് ആണെന്ന്. നമുക്ക് ഇവിടെ കിട്ടും നോക്കിയാലോ? ഇവിടെ കിട്ടും. സമയം ഓവറായി, വാ. ഇതാണ് ഡയറക്ടർ അനിൽ സാർ. നമസ്കാരം. നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. വാ വാ വാ. ഓർമ്മയുണ്ടല്ലോ. കഥയാണ് താരം, ഞാനല്ല. ഞാൻ എൻ്റെ ഫാൻസിനോട് പറയാറുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ദൈവമായിട്ട് കാണരുത്. എൻ്റെ കട്ടൗട്ടിൽ പാലഭിഷേകം ചെയ്യൂ, നെയ്യഭിഷേകം ചെയ്യൂ. പക്ഷെ ഞാൻ ഉച്ചക്ക് കഴിക്കുന്നത് മത്തിക്കറിയും പഴങ്കഞ്ഞിയാ. അനിൽ പറഞ്ഞ കഥ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ വെളിയിൽ വരാത്ത ചില കാര്യങ്ങൾ എന്നിലൂടെ ഈ കഥാപാത്രം പുറത്തു കൊണ്ടുവരണം. ഈ സെറ്റപ്പ് എനിക്കിഷ്ടമായി. മാധവൻകുട്ടിക്ക് നല്ലൊരു പ്രൊഡ്യൂസർ ആകാൻ കഴിയും. പക്ഷെ ഒരു കാര്യം, ഈ കോസ്റ്റ്യൂം ഭയങ്കര ബോറാണ്. ഹോട്ടലിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നിൽക്കുന്ന ഡ്രൈവേഴ്സിന്റെ ഒക്കെ പോലെ. രാവിലെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഇട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയും സിമ്പിൾ ആവുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും ഇനിയും സിമ്പിൾ ആകണ്ട. സോ നമ്മൾ ഈ പടം ചെയ്യുന്നു. സാറ്റലൈറ്റ് സംസാരിച്ചോ? ഇനി ഇവിടുന്ന് വീനസ് ടിവിയിലേക്കാ പോകുന്നത്, ശങ്കർനാഥ് സാറിനെ കാണാൻ. ഇപ്പൊ എന്തെളുപ്പോ സിനിമ പിടിക്കാൻ? സാറ്റലൈറ്റ് റൈറ്റ് എന്ന മിനിമം ഗ്യാരണ്ടി. ബാക്കി 25 ലക്ഷം ഉണ്ടെങ്കിൽ സിനിമ റെഡി. ഏയ്, മാധവൻ സാർ അങ്ങനെയൊന്നുമല്ല. ഒരു ഫുൾ പടം തീർക്കാനുള്ള കാശുണ്ട്. പിന്നെ ഇതൊരു ഉറപ്പ്, വീനസ് ടെലിവിഷൻ സാറ്റലൈറ്റ് എടുത്തു എന്ന് പറഞ്ഞാല് അത് ഞങ്ങളുടെ പടത്തിന് ഗുണം ചെയ്യല്ലോ. നിങ്ങൾ എന്തൊക്കെ ഡയലോഗ് അടിക്കുമെന്ന് എനിക്കറിഞ്ഞു. അത് കളാ. വാട്ട് യു എക്സ്പെക്ട്? അങ്ങനെയൊന്നുമില്ല. എനിക്കങ്ങനെ പേശലും ബാർഗെയിനിങ്ങും ഒന്നുമില്ല. പ്രതാപ് നായകനാകുന്ന പുതിയ സിനിമ, ഒറ്റ വില 1.25 കോടി. 1.25 കോടി കുറവാണ്. പക്ഷേ ഈ ചാനലുമായി ഞങ്ങളുടെ ആദ്യത്തെ ബന്ധമെന്ന നിലയ്ക്ക് അതങ്ങോട്ട് ഉറപ്പിക്കാം. സാറിന്റെ ഫസ്റ്റ് പടമല്ലേ, ഉറപ്പിക്കും. അങ്ങനെ ആട്ടെ. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഓക്കെ ആയേനെ. സാർ അങ്ങനെ പറയില്ലല്ലോ. അതുകൊണ്ടാണ് സാറ് ഒറ്റത്തന്തക്ക് പിറന്ന ഒരാളാണെന്ന് ഞാൻ മാധവൻ സാറിനോട് പറഞ്ഞത്. എങ്ങനെ?
അല്ല ഞങ്ങൾ ഇങ്ങോട്ട് സാറിനെ കാണാൻ വരുന്ന വഴിക്ക് കുറെ പ്രൊഡ്യൂസർമാര് പറഞ്ഞ് സാറ് ഒറ്റത്തത്തൊക്കെ പറഞ്ഞവനാണെന്ന്. ശങ്കർ സാറ്, സേവ്യർ സാറ്, നാസിർ സാറ്, മതി മതി മതി. സോ നമ്മൾ ഫിക്സ് ചെയ്യുന്നു 30% ഷൂട്ടിംഗ് സമയത്ത്, 50% ഷൂട്ടിംഗ് തീരുമ്പോൾ, ബാക്കി 20% ലാബ് സെറ്റിൽമെന്റ് ടൈമിൽ. ഓക്കെ? ആ സാറേ, ഇവിടെ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. AC റൂമിന് 800 രൂപ, നോൺ AC 550. 2500 റൂമാണ് ഞാൻ 800 രൂപക്ക് സെറ്റപ്പ് ആക്കിയേക്കണത്. ആ യൂണിറ്റ് ടെക്നീഷ്യന്മാരെല്ലാം ഇവിടെ, പ്രതാപ് സാറ് താജ്, ബാക്കിയുള്ളവരെല്ലാം ഗീതില്, എല്ലാം പാതി റേറ്റിനാ. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശശാങ്ക. കിടന്ന് അപ്പം ഉറക്കം വരും, അത്ര നല്ല റൂമാ. അതല്ല, സിനിമയുടെ പൂജ നടത്തണ്ടേ? നടത്തണം. പടം തുടങ്ങുന്നതിന് മുമ്പ് 108 പണികളുണ്ട്. ആ പ്രതാപ് കുമാറിന് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്ത് തന്നെ എൻ്റെ ഹോം ലോണിൻ്റെ കാശ് മറച്ചിട്ടാ. ആ സാറ്റലൈറ്റ് കാശ് വന്നാലേ. സാറ് ടെൻഷൻ അടിക്കണ്ട, പണം വരാനുണ്ടല്ലോ, അത് ഉറപ്പാണേ. തൽക്കാലം കാര്യങ്ങൾ നടക്കാൻ കാശ് വേണ്ടേ ശശാങ്ക? അതിനും വഴിയുണ്ടല്ലോ. ഗുലാബ് ദാസ്, പ്രൊഡ്യൂസർ കുലത്തിന്റെ ആവൽ ബാന്ധവൻ. സാൻ നിയമത്തെ ആ സ്ഥലം ഈട് വെച്ചിട്ട് കുറച്ച് കാശ് വാങ്ങാം. അടുത്ത ആഴ്ച കാശ് വരുമ്പോൾ നമുക്ക് ആ സ്ഥലം തിരിച്ചെടുക്കാലോ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, സിമ്പിൾ അല്ലേ? കാര്യം നമുക്ക് പല ബിസിനസ് ഉണ്ട്, പക്ഷെ ഇന്ന് വരെ ഒരു സിനിമ കണ്ടിട്ടില്ല. മാക്കസം എന്ന് വെച്ചാല് അമ്മയാണ് സത്യം. ഓ, അപ്പൊ ആ സിനിമ കണ്ടിട്ടുണ്ടല്ലേ? അല്ല, നിങ്ങളുടെ സ്ഥലം എവിടെയാന്നാ പറഞ്ഞേ? നിയമം. ആ, അതെന്തായാലും നന്നായി. ആ ഏരിയയില് നമുക്ക് സ്ഥലമില്ല. ഈശ്വര, അല്ല സേട്ടു, ഇതൊരു തൽക്കാല അഡ്ജസ്റ്റ്മെന്റ്. അടുത്ത ആഴ്ച ചാനലിന്റെ കാശ് കിട്ടുമ്പോ ഈ ആധാരം ഞങ്ങൾ തിരിച്ചെടുക്കൂലേ? പിന്നെ ഇങ്ങനെ എത്ര തിരിച്ചെടുക്കലുകൾ കണ്ടതാണ് ശശാങ്ക. കഴിഞ്ഞ മാസം ഇതുപോലെ പറഞ്ഞു പോയ ഒരു പട്ടര പിന്നെ ഞാൻ കാണുന്നത് ഉപ്പളാമൂട് പാലത്തിന്റെ താഴെ റെയിൽവേ ട്രാക്കിലാണ്. അര വഴി വണ്ടി കയറി 2 കഷ്ടമായി. ഹാർട്ടൊരിടത്ത്, കുടലൊരിടത്ത്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഗോഡ് ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് എന്താണ്, ആ പട്ടം ജംഗ്ഷനിലുള്ള 12.5 സെന്റ് സ്ഥലം ഈ ഗുലാബ് ദാസ് നാഗറിന്റെ പേരിലായി. എനിവേ, മിസ്റ്റർ മാധവന് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. നാം ബാലാജി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സോ 20 lakhs ക്യാഷ് ആയിട്ട് അക്കൗണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ആ ധർമ്മക്കെ അവിടെ കൊടുത്താൽ മതി. പിന്നെ നാം വരല്ല. എന്നാണ് പൂജ? 7-ാം തീയതി. ഓൾ ദ ബെസ്റ്റ്. Everybody say, ayo. Everybody say, ayo. All is well and fine, ayo. You just sing along. Everybody say, ayo. Everybody say, ayo. All is well and fine, ayo. You just sing along. ഇഷ്ട സ്വപ്നമിനി അരികത്തോ, സ്വപ്ന സാഫല്യ മഴയത്തോ, നിത്യമോഹമാം കടവത്തോ, കാലം നിൻ കാലം, ഇത് പാടും പൂക്കാലം, താനിന്ന് താണിങ്ങാടി തേനുണ്ണാൻ വാ. Everybody say, ayo. Everybody say, ayo. All is well and fine, ayo. You just sing along. You just sing along.
ചെരുവിൽ ഹിന്ദോളം മഴ ചിന്തായി നടമാടി പുഴയൊഴുകി Everybody say, all is well and fine. You just sing along. Everybody say, all is well and fine. You just sing along. Everybody say. വൃത്തികെട്ട വെള്ളം വാ ചീത്തയായി. പ്രൊഡക്ഷന്റെ ആളല്ലേ? അതെന്താ ഫുഡ് വളരെ മോശം. പുളിശ്ശേരിക്കാണെങ്കിൽ ലേശം പുളിയില്ല. മീൻ കറിയുന്നൊരു മീൻ കിട്ടണമെങ്കിൽ വീശുവലയായിട്ട് ഇറങ്ങണം. പപ്പടം കനച്ച എണ്ണയിലാ കാച്ചിയിരിക്കുന്നത്. ഒരു നാറ്റം. മധുരത്തിനൊരു കപ്പലിട്ട് പോലും ഇല്ലേ? ആ അണ്ടയൊന്നുമില്ലല്ലോ. ആ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒറ്റ എണ്ണത്തിന് പോലും ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാരായി പോയി. ഇത്രയൊക്കെ കൊടുത്താ മതി. അന്നദാനം കൊടുത്താ പുണ്യെങ്കിലും കിട്ടും. ഇത് കൊടുത്താ പ്രാക്കേ ഉള്ളു മിച്ചം. എവിടെ ഇതാരത് വന്ന് മൂക്കുമുട്ട കഴിച്ചാൻ പറഞ്ഞ് കുറ്റം പറയും. ഓട്ടെ സാറേ, എല്ലാ സെറ്റിലും കാണും ഇതുപോലെ ഒരെണ്ണം. ഇവിടെ അടുത്തെങ്ങാനുള്ളതായിരിക്കും. ഉടക്കാൻ നിൽക്കണ്ട, പൊക്കോട്ടെ. എന്താ നമ്മുടെ അവസ്ഥ? പ്രശ്നമാണ്. ഫിലിം സ്റ്റോക്ക് ഇന്നത്തെ കൂടി കാണും. ഹോട്ടലിൽ പൈസ കൊടുക്കണം. ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് റിസ്ക്കാ. ഈ ചാനലുകാർ എന്താ ചെയ്യുന്നത്? ഇതുവരെ ഒരു പൈസ റിലീസ് ചെയ്യാത്തത്? മാധവൻകുട്ടി സാർ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ഷൂട്ടിംഗ് മുടങ്ങാതിരുന്നാ പോരെ? പൈസ ഞാൻ തരാം. മഗർ ഈ വിളയാധാരം അത് എനക്ക് വേണം. വെറുതെ തരാൻ പറ്റൂല മാധവൻ സാർ. ഈ വിലയാധാരം എന്നൊക്കെ പറഞ്ഞ സമയം എടുക്കല്ലേ? അയ്യേ, എന്തിനാ സമയം? അതിനല്ലേ ഞാൻ ഇരിക്കുന്നത്. ആപ്പ് ഏക്ക് സൈൻ കീജിയേ ബസ്. എന്റെ ശശാങ്ക, എനിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഞാന് ആ പട്ടരുടെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഈ ട്രെയിൻ കയറിയിട്ട് 2 പീസായിട്ട് കൊടൽ ചങ്കൊക്കെ പുറത്തു വന്നിട്ട് 6 മാസമാണ് സമയം. ഉസ്കെ ബാദ് സ്ഥലം എന്റെ കയ്യിൽ വരും. ടീക്കേ ടീക്കേ സാറിൻ ടീക്കേ. അപ്പൊ ശരി, 35 ലക്ഷം. ബാക്കി പണം കാഷ്യറുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചോളൂ. ഓക്കെ? നേമത്തെ നമുക്ക് സ്ഥലമില്ല എന്നുള്ളത് ഓർമ്മ വേണം. ശരി ശരി ശരി. എന്റെ ക്യാഷിന്റെ കാര്യം മറക്കല്ലേ. ബുധനാഴ്ച ഉറപ്പ്. ഞാനല്ലേ പറയുന്നത്. ശശാങ്ക എന്തായി? സെറ്റിലായി. പക്ഷെ നാളെ ഷൂട്ടിങ്ങിന് വേറെ കാശ് വേണം. ഈ 25 തീർന്നോന്നോ? നാളെ ഷൂട്ടിങ്ങിന് 56,000 രൂപ വേണം. 35-ൽ 25 പ്രതാപ് കുമാർ പിടിച്ചു പറിച്ചുകൊണ്ടുപോയി. യൂണിറ്റും ഹോട്ടലും കൂടി സെറ്റിൽ ചെയ്യാൻ വേണ്ടി 8.5. പിന്നെ ക്യാമറ, ബാക്കി ബാറ്റ് എല്ലാം കൂടിയിട്ട് ഒരു 6. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ച് 150 രൂപ. ഒരു ചായക്ക് 150 രൂപ? ആ, പ്രതാപ് കുമാറിനെ കാണാൻ വേണ്ടി താജ് ഹോട്ടലിലല്ലേ പോയത്. അവിടെ ഒരു ചായക്ക് 150 രൂപ ടാക്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ശരി, ആ ചാനലർ വല്ലാതെ കുഴപ്പിക്കാണല്ലോ ശശാങ്ക. വീനസ് ടെലിവിഷൻ വലിയ പ്രശ്നത്തിലാ. എല്ലാ ചെക്കും ബൗൺസാ. നമുക്ക് വേറെ ഏതെങ്കിലും ചാനലിൽ വിളിച്ചാലോ? ഇത് അവസാന നിമിഷത്തിലാണ് പറയുന്നത്. താൻ തന്നെയല്ലേ പറഞ്ഞ വലിയ ക്യാഷുള്ള ചാനലാണ് മാങ്ങേണ്ട തേങ്ങയാണെന്നൊക്കെ. എന്റെ മുഖത്തെ കയറ്. എനിക്കത് തന്നെ കിട്ടണം. നയാ പൈസ കയ്യിലില്ലാതെ പ്രതാപ് കുമാറിന്റെ പടം ഉണ്ടാക്കി കൊടുത്ത് ഇതുവരെ എത്തിച്ചിട്ട് താൻ ഇതുവരെ എത്തിച്ച കാര്യം പറയുന്നത്. എത്തിക്കാൻ സാറിന്റെ കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നോ? 5ന്റെ പൈസ വീട്ടിൽ നിന്ന് കൊണ്ടുവരാതല്ലേ ഇതുവരെ എത്തിച്ചത്. ഈ ഫ്രോഡ് പണിയൊന്നും ഈ ശശാങ്കന്റെ അടുത്ത് വേണ്ട. ശശാങ്കൻ ഈ പണി തുടങ്ങിയിട്ടേ കൊല്ലം 20ആയി. 2020 ചിറാപ്പുഞ്ചിയിൽ പമ്പ് സെറ്റ് വെക്കാൻ നോക്കല്ലേ. നമ്മളിപ്പോ സംസാരിച്ചാൽ ശരിയാവൂല. സാർ ആദ്യം ഒന്ന് തണുക്ക്. ഞാൻ ചൂട് ചായ കുടിച്ചിട്ട് പറ്റേ. ഇയാളിപ്പോഴല്ലേ 150 രൂപയുടെ ചായ കുടിച്ചത്? ഇത് 25 രൂപയുടെ ചായ. ഈ സിനിമയിൽ ഇത്രയൊക്കെ കണക്ക് കൂട്ടാനുണ്ടോ മഞ്ചേട്ടാ? എല്ലാ കണക്കുകളും പൊളിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് മോളെ സിനിമ. അങ്ങും ഇങ്ങും എത്തുന്നില്ല അല്ലേ? ഈ ചാനലറായത് ഇൻസ്റ്റാൾമെന്റ് തന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കായിരുന്നു. ഇതിപ്പോൾ നാളത്തെ ശാപാടിന് പോലും കാശില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
അതല്ലാതെ വേറെ എന്ത് വഴിയാ മാഞ്ചേട്ടാ നമുക്കുള്ളത്? അയ്യോ മറന്നു, അമ്മയ്ക്ക് രാത്രി കഴിക്കാനുള്ള മരുന്ന് കൊടുത്തില്ല. ഇന്നത്തെ ഊണിന് സ്വർണത്തിന്റെ ടേസ്റ്റ് ഉണ്ടടാ. സ്വർണത്തിന്റെ ടേസ്റ്റാ ഊണിനാ? പുളിശ്ശേരി കലക്കിട്ടു ആയിരിക്കും. നിന്റെ സേചിച്ചയുടെ കെട്ടുതാലിയാ ഇന്നത്തെ ഊണ്. അനെ നീ കഴിക്കേ. മലയാള സിനിമാ നിർമ്മാണം സ്തംഭിക്കുന്നു. നാളെ മുതൽ ഒരു സിനിമാ ഷൂട്ടിംഗ് നടത്താൻ സമ്മതിക്കില്ല എന്ന് ചലച്ചിത്ര തൊഴിലാളി സംഘം. കൊച്ചിയിലെ ഒരു സിനിമാ സെറ്റിൽ ഏറ്റുമുട്ടലിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതോടുകൂടി മലയാള സിനിമാ രംഗം വളരെ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ചലച്ചിത്ര തൊഴിലാളി സംഘം പ്രസിഡന്റ് ശ്രീ വിദ്യാസാഗർ നമ്മോടൊപ്പം ചേരുന്നു. വിദ്യാസാഗർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സിനിമ ഒരു വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം നിഷേധിക്കുകയോ അവരുടെ അവകാശങ്ങൾക്ക് തടസ്സം നിൽക്കുകയോ ചെയ്യുന്നവർ ആരായാലും ശക്തമായി തന്നെ ഞങ്ങൾ നേരിടും. നിലനിൽപ്പിനായി, അതിജീവനത്തിനായി രക്തം ചൊരിയാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നമുക്ക് തിരിച്ചു വരാം. സോജൻ, യഥാർത്ഥത്തിൽ കൊച്ചിയിൽ നടന്നത് എന്താണ്? എല്ലാം എനിക്കെതിരാവുണ്ടല്ലോ ശശാങ്ക. PR ദിനേശ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. പ്രശ്നങ്ങൾ ഇപ്പോൾ ടി വിയിൽ പറഞ്ഞതിനേക്കാളും വഷള. പലയിടത്തും ഷൂട്ടിംഗ് നിർത്തിവെച്ചു. അല്ല എന്താ ചെയ്യാ? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയില്ല. പൂജപ്പുര രവിച്ചേട്ടൻ നാളെ കഴിഞ്ഞ് സ്റ്റേറ്റ്സിന് പോവാ. പിന്നെ 1 മാസം കഴിഞ്ഞ് മടങ്ങി വരും. ആ ലൊക്കേഷൻ തടിമില്ലാണെങ്കിൽ കിട്ടത്തുമില്ല. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ആ തടിമില്ല് രവിച്ചേട്ടൻ്റെ ഷോട്ട് എടുത്തിട്ട് പാക്ക് ചെയ്യാം. സിനിമാ ബന്ധം പെട്ടെന്ന് അങ്ങ് തീരും. അപ്പോൾ വീണ്ടും തുടങ്ങാം. അപ്പോഴേക്കും സാറ്റലൈറ്റിൻ്റെ ബാക്കി കാശും വരും. യൂണിറ്റുകാരൊന്ന് സഹകരിച്ചാലേ ആരും അറിയാതെ ആ ഷോട്ട് എടുക്കാം. ആ യൂണിറ്റ് ചീഫിനെ വിളിക്കാം. സതീശ, അറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ. എങ്ങനെയെങ്കിലും നാളെ രാവിലെ 2 ഷോട്ട് എടുത്ത് തീർക്കാൻ പറ്റിയ സംഘടനയ്ക്കെതിരായിട്ടുള്ള കാര്യമാണ്. എന്നാലും സിനിമയ്ക്ക് വേണ്ടിയല്ലേ സാർ, നമുക്കത് എടുക്കാം. വലിയ ബഹളമൊന്നും ഇല്ലാതെ എടുത്ത് തീർത്താൽ മതി. സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. കോയ്മകൾ പറഞ്ഞു നിൽക്കാൻ സമയമില്ല വീരഭദ്ര. ഇത് ശുഭാനന്ദ പൗർണമി. താവഴികളുടെ പെരുമകളിൽ ഇടത്താളം കൂട്ടി. എനിക്കങ്ങനെ പറയണമെന്നറിയില്ല. ഐ ഹാവ് ബീൻ എ ഫാൻ ഫോർ ഇയേഴ്സ്, എക്സ്പെഷ്യലി യുവർ ഫൈറ്റ്സ്. ആ യുവ എന്ന സിനിമയിലെ സ്ട്രീറ്റ് ഫൈറ്റ്, ഓ ഞങ്ങൾ ദുബായിൽ തിയേറ്ററിൽ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. ഫൈറ്റ് കംസ് നാച്ചുറൽ ടു മീ. ഞാൻ സിംഗപ്പൂരിൽ പഠിക്കുമ്പോൾ അവിടെ താൻ വൻ എന്ന വാറിയർ എടുത്ത് ടൈക്കാൻഡോ, കരാട്ടെ ഇതൊക്കെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ ഫൈറ്റിന് വേണ്ടത് വലിയ തടിമെടുക്കൊന്നുമല്ല, മനസ്സിന്റെ ധൈര്യമാണ്. കോയ്മകൾ പറഞ്ഞു നിൽക്കാൻ സമയമില്ല വീരഭദ്ര. ഇത് ശുഭാനന്ദ പൗർണമി. ആരുടെ ക്യാമറയുടെ മുമ്പിൽ എങ്ങനെ അങ്ങനെ നിങ്ങൾ മാത്രം മിടുക്കന്മാരായ എങ്ങനെയാ സാറുമാരെ? ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ക്യാമറയും ഓടുന്നില്ലെന്ന് അറിഞ്ഞൂടെ? ഇതിപ്പോ പ്രശ്നമാവോ മഞ്ചേട്ടാ? യൂണിയൻ തീരുമാനത്തിനെതിരായിട്ട് ഷൂട്ട് ചെയ്യാൻ നിനക്ക് ആരാണ് അനുവാദം? ചേട്ടാ ദയവ് ഇത് പ്രശ്നമുണ്ടാക്കരുത്. മജീദ്, കുഴപ്പോ വണ്ടി റെഡിയാക്കി നിർത്തിക്കോ. സാറേ, സാർ ഇടപെടുന്നില്ലേ? എന്തിന്? 2 ഷോട്ടേ ഉള്ളൂ. രവിചേട്ടന് ഡേറ്റ് ഇല്ല, ഈ ലൊക്കേഷൻ കിട്ടത്തില്ല. ദേ എന്ന് പറയുമ്പോൾ തീരും. അതോടെ പാക്കപ്പ് ചെയ്തോളാം. നമ്മളാരാ? ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിപ്പോയി. ഓ, അപ്പം മൊയലാളി. നിങ്ങൾക്ക് മനസ്സിലാവില്ല മുതലാളി, അധ്വാനിക്കുന്നവന്റെ വിയർപ്പും അവന്റെ വേദനകളും. ചേട്ടന്റെ കംപ്ലീറ്റ് വേർപ്പും വേദനയും നമുക്ക് അപ്പുറത്തോട്ടിരുന്ന് മനസ്സിലാക്കാം. എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണോ? അയ്യോ അല്ല സാർ, പിന്നെ അറിയാതെ ഇതിനകത്തൊന്ന് പെട്ടുപോയി. ഈ പടം എടുത്ത് കുടുംബത്തിന് ആണിക്കല്ല് വരെ ആടി നിൽക്കുക. ഈ പടം മുടങ്ങിയാൽ ഞാൻ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. അയ്യേ, ഇത് എന്തോന്ന് പ്രൊഡ്യൂസർ? ഇത് രാവിലെ തന്നെ മനുഷ്യനെ മൂഡ് ഔട്ട് ആക്കാനായിട്ട്. ഇല്ലടാ, ഞാൻ ഇപ്പൊ വിളിക്കാം. യവന്മാരം കിട്ടിച്ച് ഒന്ന് വന്നതല്ലേ, എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്തേര്. പിന്നെന്ത്? ഞാൻ ഒരുമാതിരി അവരെ സെറ്റിൽ ചെയ്തതാണ്, നീ ചളവാക്കരുത്. അളിയെ ഷൂട്ട് ചെയ്യളിയാ. അളിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ 2 ഷോട്ട് എടുത്ത് അമ്മരെ സെറ്റിൽ വണ്ടി
ചേട്ടാ കുറച്ച് ക്യാഷുള്ള ഹോട്ടലിൽ സെറ്റിൽ ചെയ്യട്ടെ. ഇതൊന്നും വീട്ടിലറിയണ്ട. ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് വിട്ടിട്ട് വൈകിട്ട് റൂമിൽ കാണാം. ആയിക്കോട്ടെ. ഇനി എന്തൊക്കെ അനുഭവിക്കാനിരിക്കുന്നു പ്രൊഡ്യൂസറെ. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി പിന്നാലെ വരും. വന്നോ? കുറെ നാളായല്ലോ കണ്ടിട്ട്. മാധവൻകുട്ടി സാറിനെ അന്വേഷിച്ച് ഇന്നലെ ഒരു തള്ളയും മോളും വന്നിരുന്നു. ഉച്ചവരെ നിന്നിട്ട് തിരിച്ചുപോയി. ആരാ? പിന്നല്ലേ മനസ്സിലായത്. സിനിമയിൽ വേഷം ചോദിച്ചു വന്നതാ. മോള് കൊള്ളാം. ഇപ്പോഴത്തെ സിനിമാ നടിമാരുണ്ടല്ലോ, തോറ്റുപോകും. തള്ളയും കൊള്ളാം. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അത് ശരിയാ. ഇന്ന് ഈ ഓഫീസിൽ ഏറ്റവും അറിയപ്പെടുന്ന ആള് മാധവൻകുട്ടി സാറല്ലേ. പാടം പെട്ടിയിലിരുന്നാൽ എന്താ, ആളങ്ങ് ഫേമസ് ആയില്ലോ ലീലാമ്മ സാറേ. മുണ്ടും മുറുക്കും ഉടുത്തും കടം മേടിച്ച് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. വീട് പണി, പിള്ളേരുടെ പഠിത്തം, പെൺമക്കളുടെയും പെങ്ങന്മാരുടെയും കല്യാണം. മുണ്ടും മുറുക്കി ഉടുത്തും കടം മേടിച്ചും സിനിമ പിടിക്കുന്ന കാര്യം ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അല്ല സാറ് പോവന്നോ? ഞങ്ങളിങ്ങനെ വെറുതെ അയ്യോ. സർ, എനിക്ക് ഇന്നൂടെ ലീവ് വരുമോ സർ? ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാൻ വയ്യ. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ എവിടെ വരെ പോകും? താനൊരു സിനിമ പിടിച്ചു, ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. പറയുന്നവർ പറയട്ടെ. സർ, ഇന്നോടി ദയവേത് ലീവ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ എടുക്കാം. സത്യം പറഞ്ഞാൽ ഞാനും അല്പം ഫ്രസ്ട്രേറ്റഡാ. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായി സംസാരിക്കാം. ഈ സീതാലക്ഷ്മി ആരാ? എന്റെ മരുമോളാ. എന്താ സാറ് കാര്യം? ഒരു വാറണ്ടുണ്ട്. വാറണ്ടോ? വാറണ്ടെന്ന് പറയുമ്പോ ഇവിടെ ആണുങ്ങളൊന്നുമില്ല. എന്റെ മോൻ ഓഫീസിൽ പോയിരിക്കുക. സംഗതി ചീറ്റിങ്ങാ. ചെക്ക് കേസാണ്. ജാമ്യമില്ല വാറണ്ടുണ്ട്. കസ്റ്റഡിയിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല. കസ്റ്റഡിയിലോ? എന്താ മോളെ കാര്യം? എന്താ? വെറുതെ പ്രോബ്ലം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാക്കാതെ വണ്ടി കയറണം. എന്റെ മോൻ വരട്ടെ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും സാറേ. ഞാൻ എന്റെ മോനൊന്ന് ഫോൺ ചെയ്തോട്ടെ. ആള് മാറിയിട്ടൊന്നുമില്ല. മോനോട് സ്റ്റേഷനോട് വരാൻ പറഞ്ഞാൽ മതി. വേണ്ട സാറേ. മോളെ അവിടെ എന്ത് ചെയ്യും മോളെ? അയ്യോ സാറേ, അവളെ കൊണ്ടുപോകല്ലേ സാറേ. ഒന്നും അറിയില്ല. അയ്യോ പാവാണ് സാറേ. സാറേ കൊണ്ടുപോകരുത്. പകല് പതിവില്ല. ഇരട്ടി കഴിഞ്ഞ 2 എണ്ണം അല്ലെങ്കിൽ 3. അതും എന്നുമില്ല. അതുപോലെ ഉച്ച കഴിച്ച് എനിക്ക് പെട്ടെന്ന് തലയ്ക്ക് വീഴും. കപ്പാസിറ്റി കുറവാ. ഇതിപ്പോൾ സാറ് നിർബന്ധിച്ചോണ്ടാ. പറഞ്ഞു തേഞ്ഞ ഡയലോഗാണ് മാധവൻകുട്ടി. പക്ഷെ സത്യം ആരോടെങ്കിലും തുറന്ന് സംസാരിച്ചാൽ തന്നെ മനസ്സിൻ്റെ ഭാരം പാതി കുറയും. ശരി ശരി. അമ്മേ, എന്തിനാ?
ഇങ്ങോട്ട് മാറി നിൽക്കണു. പോലീസ് ജീപ്പിന്റെ പുറത്ത് അവന്റെ അനന്തശയനം. മറ്റേ സൂക്ഷിച്ച്, ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കായിരുന്നു. നിങ്ങൾ എന്താ ഫോൺ എടുക്കാൻ? എന്റെ ഫോൺ അവിടെ പോയി. അവളവിടെ പോയി കൊണ്ടുപോയി. സീതേച്ചിയുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എന്താ കാര്യം? നമ്മുടെ സിനിമയുടെ ചെക്ക് മുഴുവൻ സീതേച്ചിയുടെ പേരിലായിരുന്നല്ലോ. അത് മടങ്ങിയപ്പോ അവളവിടെ സീതേച്ചിയുടെ വീട്ടിലേക്കാ കൊണ്ടുപോയത്. നീ വാ. ഞാനില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാറ്റായിട്ട് ഒറ്റയ്ക്ക് ഡീൽ ചെയ്താൽ മതി. നീ വാടേ, ചാനിട്ട് വാ. പറഞ്ഞോ. എത്തിയോ പ്രൊഡ്യൂസർ? മടിക്കണ്ട, കയറി വന്നോളൂ മാധവൻകുട്ടി. ഇത് നിന്റെ അമ്മായിയപ്പൻ വിക്രമൻ നായരുടെ വീട് തന്നെയാ അല്ലേ? അതേലോ, വാ വാ വാ. അല്ല, മോ വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ നിന്നോളാം. നിനക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന് സ്വന്തം പേരിൽ സിനിമ ചെയ്യാൻ കഴിയില്ല. അപ്പോ ഭാര്യയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങും. ചെക്ക് ബോൺസ് ആവുമ്പോ ഭാര്യ ഉള്ളി പോവും. അത് നിന്റെ കുറ്റമല്ല മാധവൻകുട്ടി, പിന്നെ ആരുടെ കുറ്റാണെന്നല്ലേ നീ ഇപ്പൊ ആലോചിക്കണേ? ദേ, ഈ നിൽക്കുന്ന എന്റെ മോള് സീതാലക്ഷ്മിയുടെ ഭർത്താവ് ചെയ്യുന്ന എല്ലാ കന്നന്തിരിവുകൾക്കും തോന്നിവാസങ്ങൾക്കും കൂട്ടുപിടിച്ച് അവസാനം ദേ ചെക്ക് കേസിൽ അറസ്റ്റ് വരിച്ച് അകത്തേക്ക് പോകാൻ നിൽക്കുന്ന ഈ കസ്തൂർബ ഗാന്ധിയുടെ. നീ സിനിമ എടുക്കാൻ പോകുമ്പോ എന്റെ മോൾ എന്താ പറഞ്ഞേ? അതൊക്കെ മാഞ്ചേട്ടൻ നോക്കിയും കണ്ടും ചെയ്തോളും. ആ നോട്ടത്തിന്റെ ഗുണം എന്താണെന്ന് ഇപ്പൊ മോൾക്ക് മനസ്സിലായല്ലോ. സീരിയലിലെ നുറുങ്ങുവേഷം അഭിനയിച്ചുകൊണ്ടിരുന്ന നിന്റെ ഗ്ലാമർ കണ്ട് എന്റെ മോള് മയങ്ങിയപ്പോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിന്ന് പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതെന്റെ കുറ്റം, നിന്റെ അല്ല. എന്റെ മോള് നിന്നെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. അവള് കരുതി നീ ഒരു ശ്രീരാമചന്ദ്രനാണെന്ന്. സൽഗുണ സമ്പന്നൻ, സത്യസന്ധൻ. ശരിക്കും അങ്ങനെ ആയിരുന്നു മാധവൻകുട്ടി? അങ്ങനെയാണെങ്കിൽ അങ്ങനെയാന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലാന്ന് പറയൂ. അയ്യോ മോൻ ഇങ്ങനെ നിക്കണ്ട, അകത്ത് കയറിയിരിക്കാം. നടന്ന എല്ലാ കാര്യങ്ങളും നീ ഇവളോട് സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഈ പൊട്ടിപ്പെണ്ണ് വിചാരിച്ചിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഇവളറിയാത്തത് ഒന്നുമില്ല. മാഞ്ചേട്ടനെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേമത്ത് വീട് വെക്കാൻ ഇവൻ വാങ്ങിയ 60 സെന്റ് സ്ഥലം വെറും 35 ലക്ഷം രൂപയ്ക്ക് വിലയാധാരം എഴുതി കൊടുത്തു. ആ പണം സിനിമ പിടിക്കാൻ ഇറക്കിയത് നീ അറിഞ്ഞോ മോളെ? ഇതിന് മുൻപ് വന്ന സമൻസുകളൊക്കെ നീ മുക്കി വാറണ്ട് ആകുന്നതുവരെ. അവൾക്ക് സംഗതി ഏതാണ്ടൊക്കെ പിടികിട്ടി. അത് പോട്ടെ, ചെക്ക് കേസ് എല്ലാം കൂടി 8-10 ലക്ഷം രൂപ വരും. പണ്ട് അത്യാവശ്യം കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ഇത്തിരി കാശുണ്ട്. ആ കടം ഞാൻ വീട്ടിക്കോളാം. പിന്നെ ആ വസ്തു അതും ഞാൻ തിരിച്ചെടുത്തു തരാം. ഒറ്റ കണ്ടീഷനേ എനിക്കുള്ളൂ, നീയും മോളും ഇവിടെ താമസിക്കണം ഈ വീട്ടിൽ. നീ അങ്ങനെ നശിച്ചു പോയിട്ടൊന്നുമില്ല മാധവൻകുട്ടി. നിന്നെ ഞാൻ നേരെയാക്കും. എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. അപ്പൊ എന്താ നിന്റെ തീരുമാനം? പറ പറ. ഇങ്ങോട്ട് പോരല്ലേ? അതല്ലേ നല്ലത് മാധവൻകുട്ടി. അച്ഛൻ പറഞ്ഞൊക്കെ സത്യം തന്നെ, എല്ലാം എൻ്റെ തെറ്റ്. പക്ഷേ ഞാൻ അവളെ വഞ്ചിച്ചു എന്ന് മാത്രം അച്ഛൻ പറയരുത്. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാനിങ്ങോട്ട് വരും, പക്ഷേ അത് ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ കടങ്ങളും തീർത്തിട്ട്. ആയിക്കോട്ടെ. മോള് പറയാറില്ലേ അച്ഛൻ ആവശ്യമില്ലാത്ത ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന ആളാണെന്ന്. അച്ഛൻ വലിയൊരു സ്വപ്നം കണ്ടു. പക്ഷെ സ്വപ്നം കണ്ടു തീരും മുമ്പേ ആരോ വിളിച്ചുണർത്തി. അച്ഛനൊന്ന് ഉറങ്ങിയേച്ച് വരാം. ആ സ്വപ്നത്തിന്റെ ബാക്കിയിട്ടോ നോക്കാലോ. മുല്ലശ്ശേരി പാർവതിയമ്മ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരമ്മയാ. പക്ഷെ ഞാനതല്ല. ഞാൻ വെറും അതിമുഖയായ ഒരു സ്ത്രീയാ. മാധവൻകുട്ടി, നിന്റെ ജീവിതം ഞാൻ കണ്ടില്ല. നീ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ, നിന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടില്ല. നിന്റെ അച്ഛനുണ്ടാക്കിയ പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാനത് മാത്രം മോഹിച്ചൊരു സ്ത്രീ ആയിപ്പോയി മോനെ. അയ്യോ, സ്നേഹിക്കാൻ മാത്രമുള്ളതല്ല അമ്മ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154
മക്കളെ ശാസിക്കാനും തല്ലി നന്നാക്കാനും അറിയണോ അമ്മമാർക്ക്? ഞാനൊരു നല്ല അമ്മയേ അല്ല. അച്ഛനോളം എടുക്കണവൻ എനിക്കാവില്ല അമ്മേ. ഞാൻ വേറൊരു അമ്മേ. 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 ഹലോ മാഞ്ചേട്ടാ, ശബരിയ. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നാ. ഒന്ന് ഇവിടം വരെ വരുമോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാടാ. ഇവിടെ ആരും ഇല്ല. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്പലത്തിലോ മറ്റോ പോയതാ. അമ്മ വന്നിട്ട് വരാം. അല്ല, അത് പറയാനാ. ചേട്ടൻ ഇങ്ങോട്ട് വരുമോ? എന്താടാ? അമ്മ എവിടെയുണ്ട്? എന്താ അമ്മയ്ക്ക്? ഒന്നുമില്ല, പേടിക്കൊന്നുമില്ല, ടെൻഷൻ ആവണ്ട. ഇടിച്ചിട്ട വണ്ടിയുടെ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത് മനഃപൂർവ്വം മുമ്പിലേക്ക് ഒന്ന് ചാടുകയായിരുന്നു എന്ന്. ഇവിടെ കൊണ്ടുവരുമ്പോൾ കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. മരിക്കുന്നതിന് മുൻപ് മാധവൻകുട്ടി തോക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിരുന്നു. എന്തിനാടാ അമ്മ കണ്ണാ? കണ്ണാ, അവർക്ക് തെറ്റിപ്പോയതല്ലേ? അമ്മയല്ലല്ലോ. എന്നാ അമ്മ രാവിലെ അമ്പലത്തിൽ ഡോക്ടറാണ്. എൻ്റെ അമ്മ സെറ്റും കൊണ്ടുവയ്ക്ക ഒരു ചോപ്പക്കാര രാത്രി ഇവിടെ എന്നോട് സംസാരിച്ചാടാ. അമ്മയല്ലല്ലോ. കണ്ണ, നമ്മുടെ അമ്മയല്ലല്ലോടാ. എന്റെ അമ്മയല്ലല്ലോ. പോയി എന്റെ അമ്മയാണോടാ? പോയി മോനെ. യോ, ഇലക്ട്രിക് മെഷീനൊന്നും എനിക്ക് പറ്റത്തില്ല. ദേഹമൊക്കെ പൊള്ളി കൊടുന്ന്. ഞാനില്ല. ഞാനില്ല. വേണ്ട വേണ്ട. നീ വീട് വെച്ച് മാറുമ്പോൾ ഞാനും കൂടെ വരും. ദേ, ഞാൻ പണ്ട് പറയാറുള്ള പോലെ അല്ല കേട്ടോ. എനിക്ക് അവിടെ കിടന്ന് മരിച്ചാൽ മതി. എന്നെ അവിടെ തന്നെ അടക്കുകയും വേണം. നിങ്ങളുടെ കിടപ്പുമുറിയുടെ അടുത്ത് അവിടെ കിടന്ന് എനിക്ക് നിങ്ങളുടെ കളിയും ചിരിയും വർത്താനവും ഒക്കെ കേൾക്കണം. മോനെ, ദിവസം ഒരു അന്തിത്തിരി എത്തിക്കണേടാ. പാതിമായും
ചന്ദ്രലേഖേ രാവുറങ്ങാൻ വൈകിയോ പാതിമായും ചന്ദ്രലേഖേ രാവുറങ്ങാൻ വൈകിയോ നോവറിഞ്ഞും മെയ്മെരിഞ്ഞും റാവുപോൽ നീ തേങ്ങിയോ നെഞ്ചിലേതോ സ്നേഹമന്ത്രം പെയ്തിറങ്ങും ഓർമ്മ പോലെ എന്തിനീ സാന്ദ്രമാ മൗനം പാതിമായും ചന്ദ്രലേഖേ രാവുറങ്ങാൻ വൈകിയോ മുള്ളിൻ്റെ ഉള്ളിൽ വിരിഞ്ഞൊരു പൂവിനെ വാസന്തമായി വന്നു താരാട്ടാം താനേ നനഞ്ഞു പിടഞ്ഞൊരു കൺകളിൽ സാന്ത്വനമായി വന്നു കൂടേറാം കാത്തു നിൽപ്പൂ കണിമഞ്ഞിലൊരായിരം കാർത്തിക താരകൾ നിനക്കു വേണ്ടി പാതിമായും ചന്ദ്രലേഖേ രാവുറങ്ങാൻ വൈകിയോ പിന്നെയുമെൻ കിളിവാതിലിനരികിൽ വന്നുദിക്കുന്നൊരൻ വാർത്തിങ്കളേ എന്തിനെൻ മാറിലുണർത്തി നീ സങ്കടക്കാടിൻ സംഗീതം ഒന്നു പാടാൻ മറന്നെങ്കിലും നിന്റെ കുഞ്ഞുമൺകൂരയിൽ കൂട്ടിരിക്കാൻ പാതിമായും ചന്ദ്രലേഖേ രാവുറങ്ങാൻ വൈകിയോ പടം ഉടനെ തുടങ്ങുമായിരിക്കും അല്ലേ? എന്തിനാ ഊണൊക്കെ ഇപ്പൊ കഷ്ടിയായിരിക്കും അല്ലേ? ദേ ഇനി ഷൂട്ടിംഗ് തുടങ്ങിയാലും ദയവ് ചെയ്ത് ആ ഏരിയയിലൊന്നും കറങ്ങി നിൽക്കരുത്. താനത് വാശിക്ക് പറയുകയാണെന്ന് എനിക്കറിയാം. തന്നെ കൊണ്ട് ഇത് മുഴിപ്പിക്കാനാവില്ല, തന്നെ കൊണ്ട് നടക്കില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾക്ക് സിനിമയെ പറ്റി എന്തറിയാം? ഒന്നും അറിയില്ല. എൻ്റെ ജീവിതം അതെന്നെ പഠിപ്പിച്ചു. ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ശ്രീകൃഷ്ണ ഓയിൽ മിൽസ് കണ്ടോ? പണ്ടതൊരു സ്റ്റുഡിയോ ആയിരുന്നു. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ 28 ചിത്രങ്ങൾ നിർമ്മിച്ചു. അമ്പാട്ട് ബാലഗംഗാധര മേനോൻ എന്നൊരു പ്രൊഡ്യൂസറെ പറ്റി കേട്ട് കാണുമല്ലോ. നേരിട്ട് കണ്ടു കാണില്ല. ഇല്ല. എന്നാ കണ്ടോ, അത് ഞാൻ തന്നെയാ. ആത്മാർത്ഥതയും സത്യസന്ധതയും പോക്കറ്റിലിട്ടുകൊണ്ട് പടം പിടിക്കാൻ ഇറങ്ങിയതാ തനിക്ക് പറ്റിയ തെറ്റ്. സിനിമ ഒരു സുന്ദരി പെണ്ണാണ്. അവളെ നമുക്ക് കാമുകയാക്കാം, ഭാര്യയാക്കാം, വേശ്യയാക്കാം.
പറയുന്നതിൽ അനിയന് വിഷമം തോന്നരുത്. നമ്മൾ പ്രൊഡ്യൂസർമാർ അവളെ വേശ്യയായിട്ട് കാണുന്നതാണ് നല്ലത്. സിനിമയെ നമ്മൾ ഉപയോഗിക്കണം, ഒരിക്കലും സിനിമ നമ്മളെ ഉപയോഗിക്കരുത്. സിനിമയെ ഞാൻ കാമുകയായി കണ്ടു. അവൾ എൻ്റെ ഈ സ്റ്റുഡിയോയെ മറ്റാരുടെ ഓയിൽ മില്ലാക്കി മാറ്റി. ഇതൊരിക്കലും തിരിച്ചെടുക്കാനാവില്ല എന്നെനിക്കറിയാം. പക്ഷേ മറ്റൊരാഗ്രഹമുണ്ട്. പോർച്ചിൽ പൊടി പിടിച്ച് കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാർ, മാർവാളിയുടെ ഔദാര്യം. അയാൾ ഇതുവരെ ആർക്കും വിറ്റിട്ടില്ല. ഇവനെ ഒരു തവണ കൂടി എനിക്ക് ഈ നഗരത്തിലൂടെ ഓടിക്കണം. എടോ മാധവൻകുട്ടി, നമുക്ക് രണ്ടുപേർക്കും ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലടോ. എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ചൊരു പിടി പിടിച്ചാലോ? തൻ്റെ ചെറുപ്പവും എൻ്റെ എക്സ്പീരിയൻസും. ഞാൻ ഏതെങ്കിലും ഒരു ഓടയിൽ വീണടിയുന്നതിന് മുമ്പ് ഒരു സിനിമയുടെ ടെൻഷൻ കൂടി അനുഭവിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം. എടോ, നമുക്ക് ഈ സിനിമ വീണ്ടും തുടങ്ങാവിടോ. ആശാനെ ആശാനെ കൊള്ളാം. 28 പടമെടുത്ത് കുത്തുപാളയെടുത്ത് എന്നെ ഒരൊറ്റ പടം കൊണ്ട് പാളീസായ തനിക്ക് വിളിക്കാൻ പറ്റിയ പേര് തന്നെ ആശാൻ. മാഞ്ചേട്ടാ ദോശ. എനിക്ക് വേണ്ടടാ കണ്ണ. ഈ പോറ്റി ഹോട്ടലിലെ ദോശ കഴിച്ച് മടുത്തു. പാർസൽ ചെയ്തുകൊണ്ടിരുമ്പോൾ എന്നിട്ട് വളിച്ച ടേസ്റ്റാ. ആരോ വന്നല്ലോ. ആ നോക്കടാ. ശരി. കടം തിരിച്ചു വയ്ക്കാൻ വന്ന ചേട്ടന്മാരെ നാല് ഈശ്വര. ആരാ? മാഞ്ചേട്ടാ പണിയായെന്നാ തോന്നുന്നേ. പുറത്തൊരു 6 pack ബോഡി. ആ ഹമീദ് കൊട്ടേഷൻ കൊടുത്തായിരിക്കും. പൈസ തിരിച്ചു കൊടുക്കാത്തതിന് കൊട്ടേഷൻ കൊടുക്കോ? ആ അതാണ് ഇപ്പൊ പൊതുവെയുള്ളൊരു. ഈ ഹമീദ് ഇത്തരത്തിലുള്ള ആളാണോ? എങ്ങോട്ട് നോക്കണ്ടേ? പോകരുത്, പോകല്ലെന്ന്. വേണ്ട. എന്താടാ ചെറയുന്നേ? എന്ത് ചെറിഞ്ഞൂടെ? മാഞ്ചേട്ടാ കാലിച്ചായേ വെള്ളപ്പാറ്റേ. ഓ കാലിദിക്ക. സാധാരണ ഗൾഫുകാർ പറയുന്നത് പോലെ എൻ്റെ കയ്യിൽ കാശില്ലാന്ന് ഞാൻ പറയുന്നില്ല. കാശുണ്ട്, 10 ലക്ഷം. വീടിൻ്റെ വാർക്കപ്പണിക്ക് വെച്ചിരിക്കുന്നതാ. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ പ്രധാനം നിന്റെ കാര്യമാണ്. 10 ലക്ഷം കൊണ്ട് ഒന്നും ആവില്ല കാലിതേ. പറ്റുമെങ്കിൽ നീ ഗൾഫിൽ എനിക്കൊരു ജോലി ശരിയാക്കിയതാ. എനിക്കിവിടെ നിന്ന് മാറിയിക്കണം. നീ ഗൾഫിൽ വന്ന് മണൽ വാരി കഷ്ടപ്പെടാനാണെങ്കിൽ എനിക്ക് പണ്ടേ നിന്നെ ആ പിച്ചവിശ്വൻ്റെ ഇടിക്ക് വിട്ടുകൊടുക്കായിരുന്നു. ദേഹം അനങ്ങുന്ന പണിയൊന്നും നിനക്ക് പറ്റത്തില്ല മോനെ. ഒന്ന് തുടങ്ങാൻ 10 ലക്ഷം മതിയല്ലോ. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ കൂടിയിരിക്കുക. ആ ഡയറക്ടറൊക്കെ ഉണ്ട്. ഞാൻ ആശാനെ വിളിച്ചോളാം. ശരി. കണ്ണാ, ഓ ആര് പറഞ്ഞാലാ നീ ഏറ്റവും പെട്ടെന്ന് അനുസരിക്കുക? എൻ്റെ അമ്മ. അനിലോ? ഇപ്പൊ ഭാര്യ. നേരത്തെ അമ്മയായിരുന്നു. ഹരിച്ചേട്ടൻ? ഞാനോ? എൻ്റെ 2ാം ഭാര്യ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അവർ പോകും വരെ ആദ്യം ഉടക്കാനും ഒഴിവാക്കാനും ഒക്കെ നിന്നാലും അവസാനം പെണ്ണുങ്ങൾ പറയുന്ന തന്നെ നമ്മൾ കേൾക്കും. മാഞ്ചേട്ടൻ എന്താ ഒരു വനിതാ കമ്മീഷൻ ലൈൻ? അതല്ലടാ, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ബെസ്റ്റ് പെണ്ണുങ്ങളാ. ആർട്ടിസ്റ്റുകളെ രാവിലെ വിളിച്ചോണ്ടത്ത് കൃത്യമായി സെറ്റിലെത്തിക്കുന്നത് മുതൽ ഷോട്ടുകൾക്കിടയിൽ ലാഗ് കുറയ്ക്കുന്നത് വരെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മുടെ ഈ ശശാങ്കന്റെ തണുപ്പൻ രീതി അതിനുതകത്തില്ല. മാഞ്ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ശശാങ്കനെ നമ്മൾ മാറ്റുന്നു. 18 ദിവസം ഷൂട്ട് ചെയ്തിട്ട് 15ഓ 16ഓ സീനാണ് നമുക്ക് കിട്ടിയതെങ്കിൽ അത് അവന്റെ പിടിപ്പുകേടാ. അല്ല, ശശാങ്കനെ മാറ്റിയിട്ട് മലയാള സിനിമയിൽ, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായി പെണ്ണുങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകളാവും. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. മാർക്കറ്റിംഗിലും കസ്റ്റമർ സർവീസിലും ഒക്കെ പരിചയമുള്ള നല്ല പെണ്ണുങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ അതിനു പറ്റിയ 2 പേര് എൻ്റെ അടുത്തുണ്ട്. അനുപമ ആൻഡ് ലിൻഡ. വളരെ ബേസിക്കായി തുടങ്ങാം സാർ. എല്ലാ ചെലവും പകുതിയാക്കണം. ആദ്യം ആഹാരം. കഴിഞ്ഞ 18 ദിവസം ഫുഡിന് മാത്രം 5 ലക്ഷം രൂപയായി. ഈ 5 ലക്ഷത്തിന് നിങ്ങൾ എന്താണ് കഴിച്ചത്? ആ വൃത്തികെട്ട ഭക്ഷണത്തിന്റെ പുളിച്ചത കെട്ടൽ എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അതിനാണോ 5 ലക്ഷം രൂപ? ഞങ്ങളുടെ അറിവിലൊരു ആളുണ്ട് സർ. ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ബൊഫേക്ക് ബാക്കി വരുന്ന ഭക്ഷണം കളക്ട് ചെയ്ത് ചെറിയ ഹോട്ടൽസിനും ഹോസ്റ്റൽസിനും പിന്നെ ഇവിടുത്തെ ടെക്നോ പാർക്ക് മാതിരിയുള്ള സ്ഥാപനങ്ങളിലും ചീപ്പ് റേറ്റിന് എത്തിക്കുന്ന ഒരു മരിയ സന്ധ്യാവും.
ബാക്കി വരുന്ന ഫുഡെന്ന് പറഞ്ഞാൽ എച്ചിലാ. അയ്യോ എച്ചിലല്ല സർ, ഫ്രഷ് ഫുഡ് തന്നെ. ഫ്രീസറിൽ സൂക്ഷിച്ച് ചൂടാക്കി തരുന്നു, അത്രേ ഉള്ളൂ. ആദ്യം ഞങ്ങൾ അവരൊന്ന് കാണട്ടെ സർ. വേറൊന്നുമല്ല ചേച്ചി, സ്ത്രീയുടെ കഴിവ് തെളിയിക്കാൻ ഞങ്ങൾ കിട്ടിയൊരു അവസരം ഇത്. ചേച്ചിക്ക് അറിയില്ലേ, പെണ്ണുങ്ങൾ സിനിമയിൽ ചേരുക എന്ന് പറഞ്ഞ പിഴച്ചു പോയിന്നാ ചിലരുടെയൊക്കെ വിചാരം. എന്റെ പെങ്ങളെ, ഈ നാട്ടുകാർ അങ്ങനെ പറയുന്നവരൊന്നുമല്ല. ചേടാ, അവർക്ക് വേറെ പണിയില്ലേ? പിന്നെ പണിയില്ലാതെ മറ്റുള്ളവരുടെ വായും നോക്കിയിരിക്കുന്ന ഒരു 10%. അവന്മാർക്കാ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ അവിടെ എവിടെയൊക്കെ ചൊറിയുന്നതേ. ചേച്ചിയുടെ ഹസ്ബൻഡ്? ഓ പിന്നെ പിന്നെ പേരിനൊരുത്തനുണ്ടായിരുന്നു. ഞാൻ അധ്വാനിച്ച് ചെലവിന് കൊടുക്കുകയും വേണം, ഫുൾ ടൈം വെള്ളവടി. അത് കഴിഞ്ഞു വന്നാൽ അടി, തൊഴി, തെറി, അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികൾ. പെണ്ണായിട്ട് പിറന്നെന്ന് പറഞ്ഞ് ക്ഷമയ്ക്കൂല, അതിലില്ലേ? ഒരു ദിവസം സഖി കെട്ട് അവന്റെ കൂമ്പിനിട്ട് സോറി ഞാൻ ഒരു അടി വെച്ചു കൊടുത്തു. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. എന്നെ അന്വേഷിച്ച് വന്നില്ലെങ്കിലും വേണ്ടൂല, ആ അടിയോടെ അയാൾ നന്നായാ മതിയായിരുന്നു. ഈ ചിരിയാണ് നമുക്ക് വേണ്ടത്. എന്റെ പെങ്ങന്മാര് ധൈര്യമായിട്ട് പൊക്കോ. ഈ മരിയാസ് കേറ്ററിംഗ് നല്ല 1 തരം 5 സ്റ്റാർ ഫുഡ് കൊണ്ടുവന്ന് ഇറക്കി തരും. സാറേ, പെട്ടെന്ന് അടിച്ചു തീർക്കണം, ഫ്ലൈയിങ് സ്ക്വാഡ് ഇറങ്ങുന്ന സമയം. വരട്ടെ, അവന്മാർക്ക് കൊടുക്കും ഞാൻ 2 മൂന്നിക്കൊണ്ട് റോന്താൻ നല്ലൊരു ഇതായിരിക്കും. അങ്ങനെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി മുടങ്ങിപ്പോയ സിനിമ വീണ്ടും തുടങ്ങുന്ന കാര്യം സാറ്റലൈറ്റുകാർ ഇൻഡസ്ട്രി മുഴുവൻ അറിയണം. അത് വെറുതെ അറിഞ്ഞാൽ പോരാ, നമ്മളത് ഞെട്ടിച്ചോണ്ട് അറിയിക്കണം. അതിനുള്ള ബെസ്റ്റ് മാർഗം നമ്മുടെ പ്രതാപ് കുമാറിന്റെ ശമ്പളം മുഴുവൻ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുന്നു. അയ്യോ, അത് മണ്ടത്തരൂല്ലേ? ഉള്ള കാശിൽ പാതി അതോടെ തീരൂലേ? അല്ല, നമ്മുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടെന്ന് ഒരു ധാരണ പരക്കും. മെയിൻ താരത്തിന് റെമ്യൂണറേഷൻ മുഴുവൻ നമ്മൾ സെറ്റിൽ ചെയ്താൽ ബാക്കിയുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും കൂടെ പോരും. സാറ്റലൈറ്റുകാർ തുക റിലീസ് ചെയ്യും. നീ സിനിമ പഠിച്ചു തുടങ്ങി മാധവൻകുട്ടി. പോലീസ് സ്റ്റേഷൻ അന്നത്തെ മുന്തിരിഞ്ഞോട്ടോ നല്ല ചേർച്ച. ചുമാരി സാർ. എന്താ പ്രൊഡ്യൂസർ സാറേ, കുറച്ച് കാലമായിട്ടൊരു വിവരമില്ലായിരുന്നല്ലോ, എന്താ പ്രത്യേകിച്ച്? അല്ല, ഞാൻ ആ പടത്തിന്റെ ബാക്കി ഷൂട്ട് തുടങ്ങുമെന്ന് ആലോചിക്കുക. ഓ, അനുഭവിച്ചൊന്നും പോരാൻ തോന്നുന്നല്ലോ. മാധവൻകുട്ടി, ഈ സിനിമ പിടിക്കാനേ അത്യാവശ്യം ചിക്കിലി വേണം. നീ ഒരു കാര്യം ചെയ്യും, ആ പടം എനിക്ക് തന്നേരെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. നിനക്കിതുവരെ ചെലവായതിൻ്റെ ഒരു ഭാഗം അങ്ങ് തരാം. നിനക്കൊരു സങ്കടം വേണ്ടല്ലോ. ഏതായാലും അത് പെട്ടിയിലിരുന്ന് പോയ പടമല്ലേ. പ്രതാപ് സാർ, സാറിന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ബാക്കി തരാനുള്ള 8 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് 20 ദിവസത്തിൻ്റെ ഡേറ്റ് തരണം. എൻ്റെ പടം തീർക്കാനുള്ള ഫണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം, എൻ്റെ പാർട്ണറാ, NRI ഖാലിദേ. എൻ്റെ പാർട്ണർ ഖാലിദ്. ഹലോ. പ്രതാപ് സാർ, ഈ പടം മുടങ്ങിയതിൻ്റെ പേരിൽ സാറിൻ്റെ മാർക്കറ്റ് താഴെ പോരുത്. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ട്, എത്രയും പെട്ടെന്ന് പടം തുടങ്ങണം. കാശുണ്ടെങ്കിൽ ഞാൻ വളരെ കോപ്പറേറ്റീവാണ് അല്ലേ? ഞാൻ ഈ ക്യാഷ് ഒന്ന് ക്യാരോണിൽ വെച്ചിട്ട് വരാം. ഓക്കെ. ഇനി പ്രധാനമായ ഒരു ചെലവ് വരുന്നത് ഷൂട്ടിങ്ങിന് വേണ്ട ഫിലിമാ. ആ പ്രതാപ് കുമാറിന്റെ റീടേക്കിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ മിനിമം ഒരു 100 ക്യാൻ ഫിലിമെങ്കിലും വേണ്ടി വരും. അയ്യോ, ക്യാൻ ഒന്നിന് 13,000 രൂപ വെച്ച് 13 ലക്ഷമാവും. ഒരുമിച്ചെടുത്താൽ 2.5 ലക്ഷം രൂപ ലാഭം. അതിനേക്കാൾ ലാഭമുള്ള ഒരു ചിങ്ങിടി ഏർപ്പാടുണ്ട്. എന്ത് ഏർപ്പാട്? ആ ഏർപ്പാടാണ് ലോപ്പസ്. ഈ ഹിന്ദിക്കാര് വിദേശങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോ ഒരു 10-200 ക്യാൻ ഫ്ലൈറ്റിലും കൊണ്ടുപോകും. മിടുക്കന്മാരായ ക്യാമറ ആർട്ടിസ്റ്റന്മാർ അതിൽ 10-25 ക്യാൻ അടിച്ചു മാറ്റി കൈവച്ചേക്കും. കാശിറക്കേണ്ട ഇൻഡസ്ട്രിയല്ലേ ഒരു തെണ്ടിയും ശ്രദ്ധിക്കില്ല. അങ്ങനെ അടിച്ചു മാറ്റി ക്യാൻ ഫിലിം ആകെ മൊത്തമായി മായ്ക്കുന്ന ഒരു പുളവനാണ് ലോപ്പസ്. നമ്മുടെ പഴയ ഒരു ചെങ്കിടിയാ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ചെല്ല, സുഭാഷ് കൈയുടെ പേര് പറഞ്ഞൊന്നും വരട്ടരുത്. ഇന്നലെ എടാ കുഞ്ഞെ, ആ പെണ്ണിനെ പോലെ നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന അലവലാതി ഹിന്ദിക്കാരൻ്റെ പേരെന്തര്? കരൺ ജോഹർ. അവൻ്റെ ഔട്ട്ഡോറിന് ന്യൂസിലാൻഡിലോട്ട് കൊണ്ടുപോയ 60 ക്യാൻ ഫിലിമിൽ 20 ക്യാൻ ഫിലിം ഇവിടെ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട്. അത്തപ്പാടി സിനിമാക്കാർക്ക് പാതി വിലയ്ക്ക് കൊടുക്കുമ്പം ലാഭം മാത്രമല്ല, അതൊരു പുണ്യം കൂടെയാണ് അല്ലേടേ? ഓ, അതുകൊണ്ട് ചെല്ലി ഈ വിലയ്ക്ക് ഇതുകൂടെ എടുക്കൂല. ഇനി അതല്ല സമ്മതമാണെങ്കിൽ ജോസഫേ ഇയാളെ സെറ്റിൽ ചെയ്തേര്. അമ്പമ്പോ അമ്പാട്ട് സാറ്. അപ്പോ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? എങ്ങനെ മറക്കും? എന്റെ അമലോൽപ മാതാവേ, മറക്കാനോ? സാറിന്റെ പാതിരാമഴയ്ക്ക് ക്ലാപ്പടിച്ചല്ലേ എന്റെ തുടക്കം. എടാ ലോപ്പേ, ഞാനൊരു പടം ചെയ്യാൻ പോവുക. എന്റെ അവസാന ശ്രമം.
നീ എനിക്കതിനുള്ള ഫിലിം ശരിയാക്കി തരണം. എന്റെ സാറേ, ഒരു വാക്ക് പറഞ്ഞാ മതി. എത്ര ക്യാൻ വേണം? ലോപ്പസ് ഇറക്കി തരും. അല്ല, പൈസക്ക് കുറച്ച് ടൈറ്റാ. ഞാൻ കുറേശ്ശെയായിട്ട് തന്നു തീർത്തോളാം. അതിന് സാറിനോടാരാ പൈസയുടെ കണക്ക് പറഞ്ഞത്? പടം ഇറങ്ങിയിട്ട് തന്നാ മതി. എനിക്കിതൊരു അവസരമല്ലേ, എന്നാലാവുന്നൊരു ഗുരുദക്ഷിണ. മാധവേട്ടാ, മാധവേട്ടാ, ആ മാധവേട്ടാ, നിങ്ങൾക്ക് വേണ്ടി കുഴിച്ച ആ സുന്ദരമായ കുഴിയിൽ നിന്നും കയറാനുള്ള കച്ചിത്തുരുമ്പുമായല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. നല്ല ബലമുള്ള വടൻ കയറാണ് എന്റെ കയ്യിൽ. ഒരു കയറിന്റെ ആവശ്യം എനിക്ക് വരും ശരവണ. തൂങ്ങാനല്ല, തൂക്കിയെടുക്കാൻ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ സിനിമയെ തൂക്കിയെടുക്കാൻ നിങ്ങൾക്കിപ്പോ വേണ്ടത് ഗാന്ധിയല്ലേ? 1 കോടി ഗാന്ധികളെ അമ്മാനമാടുന്ന ഒരു കോടീശ്വരൻ എന്റെ കൈവശമുണ്ട്. അയാളുടെ 25,000 സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ചുകൊണ്ടിരിക്കുന്നത്. 25,000 സ്ക്വയർ ഫീറ്റ് നീ ഇതാണ് കഷ്ടകാലം. തലയിൽ കുന്തവും പിടിച്ചോണ്ട് കുച്ചിപ്പൊടി കളിക്കുക. അപ്പോഴും മറ്റുള്ളവന്റെ മക്കിട്ട് കയറാൻ മിടുക്ക്. അതെ, ഞാൻ പറഞ്ഞ കക്ഷി ഒരു കോടീശ്വരനാണ്, അതിനേക്കാൾ വലിയ മണ്ടനും. പുതുപ്പണക്കാർക്കുള്ള എല്ലാ നല്ല സ്വഭാവങ്ങളുമുള്ള വെറും ഒരു കിഴങ്ങൻ. അയാൾക്കൊരു മകനുണ്ട്, മിടുക്കൻ സുന്ദരൻ. നിങ്ങളുടെ സിനിമയിൽ അവനൊരു വേഷം കൊടുത്താൽ അയാൾ കണ്ണും പൂട്ടി കാശറിയും, എത്ര വേണമെങ്കിലും. എടാ, അതിന് ഈ സിനിമയിൽ ഏതോ ഒരു വേഷം. ഒരു വേഷം കിട്ടി ഇറങ്ങിയതല്ലേ, മറ്റൊരു വേഷം ഉണ്ടാക്കണം. എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരാ, അയാള് മകനെ സൂപ്പർ സ്റ്റാർ ആക്കി അടങ്ങും. മിനിമം ഒരു ഋത്തിക് റോഷൻ. അപ്പൊ അതിന് പറ്റിയ ഖനമുള്ള വേഷം തന്നെ വേണ്ടി വരും. അതിനാണെങ്കിൽ സമയം കളയണ്ട, നാളെ തന്നെ അയാളെ പോയി കാണാം. പിന്നെ കഥ പറയുമ്പോൾ ചെറുക്കൻ്റെ വേഷത്തെക്കുറിച്ച് പൊളന്ന് പൊലിപ്പിച്ചടിച്ചോളണം. പിന്നെ അയാൾ കാശ് മുടക്കിയാണെങ്കിൽ ആ ബൈജുവിനെ നന്നായിട്ടൊന്ന് ബഹുമാനിച്ചേക്ക്. നീ സത്യം തന്നെ പറയണത്. പിന്നെ പാതിരാത്രി നിങ്ങളെ വിളിച്ചോണ്ടെത്തി ഇതൊക്കെ പറയാൻ എനിക്ക് തലയ്ക്ക് ഓളമല്ലേ. ഞാൻ പോന്നു. എന്താ, നമുക്ക് നാളെ തന്നെ പോവാം. നമ്മളോ? ഞാനും കൂടി വരാനോ? അപ്പൊ ഇത് നടക്കണമെന്ന് മാധവൻകുട്ടി ചേട്ടന് ഒരാഗ്രഹവും ഇല്ലേ? അയാൾക്കറിയാം ഞാൻ നല്ലൊരു ഫ്രോഡാന്ന്. മാത്രമല്ല ഞാനാണ് ഈ വിവരം തന്നതെന്നും അയാൾ അറിഞ്ഞേക്കരുത്. അങ്ങോട്ട് ഇടിച്ചു കയറാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. വരി വരി. ഫോൺ ചെയ്തപ്പോ 2 പേരെ ഉള്ളതാണല്ലോ പറഞ്ഞത്. അല്ല, നായികമാരും ഉണ്ടല്ലോ നായകനെ കാണാൻ. ഇവര് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സാ. റണ സാറല്ലേ? ഞാൻ തന്നെ. ഓ, ഡ്രസ് കണ്ടിട്ടായിരിക്കും. പുറകിലെ വിള നിറച്ച് പോച്ച, അത് പറിക്കുകയായിരുന്നു. തോനെ പോച്ച വന്നാ അയ്യോ. ആ, നിങ്ങളിരിക്കും, ഞാനിപ്പോ വരാം. ഡേ മണിയൻ, ഇവർക്ക് 65 രൂപയുടെ ജ്യൂസ് കൊടുക്കും. വെള്ളം ഒഴിക്കണ്ട, കുടിക്ക്. നല്ല സെറ്റപ്പ്. അയക്കെന്താ ജോലി? നേരത്തെ പറഞ്ഞില്ലേ, പോച്ച പറിക്കൽ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ തന്നെയാണ് കോടീശ്വരനായ പ്രഹ്ലാദൻ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതല്ല, വേറൊരു പച്ച ജുബ്ബയുണ്ട്. അതിട്ടാൽ ഇതിന്റെ 10 ഇരട്ടി ലുക്കാ. ഇത് നന്നായിട്ടുണ്ട്. അയ്യോ, അതൊന്നുമല്ല, അത് കഴുകിയിട്ടിരിക്കുക. ഇന്നലെ ശേഷാറിന്റെ കൊച്ചിന്റെ നൂലുകെട്ട്, അതിനെ ഒന്ന് എടുത്തപ്പം ജുബ്ബയില് തൂറി നാറ്റിച്ചു. 5-8 വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. പക്ഷെ എനിക്ക് തുണി ചെല്ലമ്മക്കം കഴുകിയിട്ടാലേ നിമ്മതി വരൂ. നിങ്ങൾ മോനെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല. എന്റെ മോനാണെന്ന് ദൈവം തമ്പുരാൻ പോലും പറയൂല. അതാണ് എന്റെ വെപ്രദോത്തിയുടെ മിടുക്ക്. ആ കഥ പറയുകയാണെങ്കിൽ പറഞ്ഞു തീർന്നില്ല. വന്ന് കേറിയല്ലോ പൊളപ്പൻ. ടിണ്ടുമോനെ, മനസ്സിലായി. ആരാ ഡയറക്ടർ? ഹായ്, ഐ എം അനിൽ. ഓ, അനിൽ. യാ, പറയുന്നുണ്ടെന്ന് തോന്നരുത്. ആ പേരിനൊരു വെയിറ്റ് ഇല്ല. അശുതോഷ് ഗവാരിക്കർ, ഫർഹാൻ അക്തർ, മിനിമം ഒരു ബാലചന്ദ്ര മേനോൻ എന്തെങ്കിലും വേണ്ടി, ഒരു എഫക്റ്റിന്. എനിക്ക് പേരിടുന്ന സമയത്ത് ഞാനിങ്ങനെ വഴിവഴിച്ചു പോകുമെന്ന് എൻ്റെ അച്ഛൻ അറിയാൻ പാടില്ലായിരുന്നു. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, ഐ ലൈക്ക് ഇറ്റ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. പിന്നെ ഈ പടത്തിൽ എന്റെ ക്യാരക്ടറിന് സ്മൂച്ചിങ് ഉണ്ടോ? മലയാള സിനിമയിലെ സ്മൂച്ചിങ് വൈ നോട്ട്? നിങ്ങളിപ്പോൾ 80s ജീവിക്കുന്നത്? എന്റെ ശരീരം നോക്കണ്ട, നോക്കൂ. ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമ്രാൻ ഹാഷ്മിയുടെ സ്ഥാനത്താണ്. പുള്ളി ഹിന്ദി ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ഒരു മലയാളി വേർഷൻ. അതുകൊണ്ട് 3-4 സ്മൂച്ചെങ്കിലും നിർബന്ധം. എന്താ മക്കളെ ഈ സ്മൂച്ചിങ്? ലിപ് ലോക്ക്. എന്തൊരു ചുണ്ടും ചുണ്ടും ചേരുന്ന ചൂടു ചുംബന രംഗം. കൊച്ചു കള്ളൻ. ആരാ ഇതിലെ നായിക? ആരതി മേനോൻ. ഓ, അപ്പൊ ഇവൻ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയത് തന്നെ കേട്ടണേ.
അപ്പൊ പടത്തിന്റെ നിർമ്മാതാവ് വന്നില്ലേ? അദ്ദേഹം സാറ്റലൈറ്റിന്റെ കാര്യത്തിൽ എറണാകുളത്ത് പോയിരിക്കുക. അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ഡയറക്ടർ ആണല്ലോ. അപ്പൊ ആദ്യം ഇദ്ദേഹം പയ്യനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പരിപാടിയൊന്നും എന്റെ കുഞ്ഞിന്റെ അടുത്ത് നടക്കൂല. അയ്യേ, അതല്ല, അഭിനയിക്കാൻ അറിയോന്ന്. ഈ ഭാവങ്ങളൊക്കെ വരുമെന്ന് നോക്കണ്ടേ? എല്ലാ ഭാവങ്ങളും ഇവിടെ ഇരുന്ന് കണ്ടാ മതി. ഡ്യൂഡ്, ബി ക്വയറ്റ്. അവര് പറയുന്നതിൽ കാര്യമുണ്ട്. എനിക്കറിയാവുന്ന കുറേ ഭാവങ്ങൾ ഞാൻ കാണിക്കാം. ചില പ്രത്യേകതരം ഭാവങ്ങൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിനുള്ള കുറവ് അങ്ങോട്ട് ക്ഷമിക്കുക. അങ്ങനെ ക്ഷമിക്കണ്ട. ആ കുറവുള്ള ഭാവങ്ങൾക്ക് ഇനി ഒരു 5 ലക്ഷം കൂടി. അങ്ങനെ മൊത്തം 30 ലക്ഷം. കണ്ടാൽ അറിയാം സർ, ഹിസ് എ ബോൺ ആക്ടർ. ഹോട്ടലിലാണോ താമസം അതോ വീട്ടിൽ പോകും? അച്ഛാ, വി ആർ ഡൂയിങ് ദിസ് ഫിലിം. ഇനി മുതൽ ഇത് നമ്മുടെ പടം. ആ ടവലിങ്ങട് വാടാ, ഇവിടെ നിന്നെ അല്ല, നീ വാടാ. ആ സീൻ അസലായിട്ടുണ്ട്. അതിലൊരു ബാക്ക് ഷോട്ട്, എൻ്റെ അമ്മോ. കഴിക്കൂ, നല്ല അസല് ഫുഡ്. ഈ സെറ്റിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല ഫുഡ് കാണുന്നു. മേലാസകലം ചൊറിഞ്ഞു വരുന്നു. മറ്റവൻ്റെ സെറ്റ് വന്നിട്ട് പ്രതാപ് സാറ് വിളിപ്പിച്ചല്ലേ വിശ്വനാഥ് സാറേ? ഇത് മുല്ലശ്ശേരി മാധവൻകുട്ടിയുടെ സെറ്റാ, വരത്തില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അതെ, നമുക്ക് മാർച്ചിൽ ഡേറ്റ് വേണ്ടേ? വേറെ നിവൃത്തിയില്ലാണ്ടായി പോയി. അതൊന്നും സാരമില്ല, വന്നേ, നമുക്ക് നമ്മുടെ കാര്യം നടക്കണം. വാ. ആ വരൂ സാറ്, കറക്റ്റ് ടൈമിനാ പറയൂ. മണിയാ, 2 ചേർത്ത് കേട്ടോ വിശ്വം സാറേ, ഈ സെറ്റിലെ ഫുഡിൻ്റെ അത്ര നല്ല ഫുഡ് ഞാൻ ഒരിടത്തും കഴിച്ചിട്ടില്ല. നല്ല 5 സ്റ്റാർ ഫുഡ് മാറി നിൽക്കും. ആ മാധവൻകുട്ടിക്ക് എവിടുന്നോ കാര്യമായിട്ട് കാശ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കൂടുതൽ NRI-കാരൻ്റെ ആയിരിക്കും. കഴിക്കേ. നമ്മുടെ പടം തുടങ്ങുമ്പോഴും ഇതേ മെസ് മതി. മറിയാസ് കാറ്ററിംഗ് അല്ലടാ, ഇഷ്ടമായില്ലേ? എന്നെ ഇഷ്ടമായോ? വിശ്വം സാറേ, കുറച്ച് വിളമ്പട്ടെ? നല്ല പുഴമീൻ കറിയാ. ഇതേ ശരീരത്തിലെ കൊഴുപ്പ് പറയാൻ ബെസ്റ്റാ. കൊഴുപ്പ് പറയോ? ആ ശരിക്കും സാറിനവൻ പെട്ടെന്ന് പറയും. അല്ല, സാറിന് നല്ല പുഷ്ടിയുള്ള ശരീരമാണല്ലോ. എല്ലാവർക്കും എന്നെ പോലെ ആകണമെന്ന്. ഈ തെണ്ടിയുടെ സെറ്റിൽ നിന്ന് അന്നൊരു ചായ കുടിച്ചേനാ മാഞ്ചേട്ടൻ അവൻ നാണം കെടുത്തി വിട്ടത്. എന്നിട്ട് അവനെ പൊരിക്കാൻ കിട്ടിയ അവസരം പുഴമീൻ വിളമ്പിക്കൊണ്ടിരിക്കുക. ചേട്ടാ, നേരത്തെ ഒരു മണുകൂണാച്ചൻ തന്നെ. എന്താ ഇത്? അങ്ങേര് വെറുതെ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും. എങ്ങനെയെങ്കിലും പടം ഒന്ന് തീർത്തോ. പടം പാക്കിയപ്പാവട്ടെ, അവനോട് പൊത്താം. വിശ്വനാഥനെ നീ സൽക്കരിച്ചിരുത്തി പുഴമീൻ കറിയൊക്കെ വിളമ്പി കൊടുത്തെന്ന് കേട്ടു. നീ ഒരു തനി സിനിമാക്കാരനായിട്ട് മാറിയോ മാധവക്കുട്ടി? നിന്നെ സിനിമ മോഹിപ്പിച്ചു തുടങ്ങിയോ? ഒരിക്കലും ഇല്ല ആശാനെ. എൻ്റെ അമ്മയെ പാണ്ടിലൊറുക്കിട്ട് കൊടുത്ത് എൻ്റെ കുടുംബം ഇല്ലാതാക്കിയത് ഈ ഇൻഡസ്ട്രി. ഒരു തവണയെങ്കിലും ഇവിടെ ജയിച്ചു കാണണമെന്ന് ഒരു മോഹമുണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ എവിടെ ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ. അത് കഴിഞ്ഞ് ഞാനും നിർത്തും. മാധവൻകുട്ടി AG's ഓഫീസിൽ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസർ മാത്രമാണ് എന്നും. അതാ എൻ്റെ ജീവിതം, എൻ്റെ സുഖം. അബി, വണ്ടി എടുക്ക്. ശരി സാർ. ആ മാധവൻകുട്ടി, ചന്ദ്രേട്ടാ, ഏതുവരെയായി പടം? പടം കഴിഞ്ഞു, ഡബിങ് നടക്കുക. എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് കേട്ടല്ലോ. എന്ത് ഇഷ്യൂ? അല്ല, അവിടെ എന്തോ ഡബ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാ മറ്റോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. മാഞ്ചേട്ടാ, ആ തേവര സ്റ്റീഫൻ എത്തിയിട്ടുണ്ട് വീണ്ടും അലമുണ്ടാക്കാൻ. സ്റ്റീഫൻ അന്ന് സെറ്റിൽ വന്ന് മാഞ്ചേട്ട തലക്കടിച്ചവൻ. ഞാൻ നോക്കട്ടെ. സി മിസ്റ്റർ സ്റ്റീഫൻ, ഇതൊരു സ്പെഷ്യൽ കേസായി എടുക്കണം. നായികയുടെ വോയിസാ, പകുതി ഡബ് ചെയ്ത് കഴിഞ്ഞു. നാളെ മിക്സിങ്ങിന് കൊടുക്കേണ്ടതാ. ഈ മായങ്ങളൊന്നും എന്നോട് വേണ്ട മാഡം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ലേഡി ആയതുകൊണ്ട് ഇളവുകളൊന്നും ഈ തേവര സ്റ്റീഫനിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. ഇതാള് വേറെയാ. മാധവൻ സാറ്. ഓ, ഇയാളാണോ പ്രൊഡ്യൂസർ? ഇയാള് സർവത്ര കുഴപ്പക്കാരനാണല്ലോ. ആരോട് ചോദിച്ചിട്ടാ ജിംഷി കാന്തല്ലൂരിനെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നത്? ജിംഷി കാന്തല്ലൂർ? ഓ, പ്രൊഡ്യൂസർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ജിംഷി കാന്തല്ലൂർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. ഞങ്ങളുടെ സംഘടനയ്ക്കെതിരെ പരസ്യമായി പത്രപ്രസ്താവന നടത്തിയതാണ് ഇവള്. ഇവളെ ഒരു പടത്തിലും സഹകരിപ്പിക്കരുതെന്ന് ഞങ്ങൾ സർക്കുലർ ഇറക്കിയിട്ടുണ്ടല്ലോ. സത്യമായിട്ട് ഞാൻ ആ സർക്കുലർ വായിച്ചിട്ടില്ല. താൻ വായിക്കില്ല? പുച്ഛമാണല്ലോ തന്നെ പോലുള്ള മുതലാളിമാർക്ക് ഞങ്ങളെ പോലുള്ള തൊഴിലാളികളെ കുറിച്ച്. പണം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നടക്കുന്ന ഒരിക്കൽ താൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. അതുകൊണ്ടും പഠിച്ചില്ലെങ്കിൽ ഈ പടം താൻ എങ്ങനെ പൂർത്തിയാക്കുമെന്ന് എനിക്കൊന്ന് കാണണം.
എടോ തൊഴിലാളികളെ കുറിച്ച് താൻ എന്താണോ വിചാരിച്ചത്? പറഞ്ഞു തരൂ സർ, ആരാണ് തൊഴിലാളി? അത് അഖില ലോക സമരം. അഖില ലോക സമരം വിടൂ സ്റ്റീഫ, നമ്മൾ ഇവിടെയല്ലേ നിൽക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ. പറ, ആരാ തൊഴിലാളി? തൊഴിലാളിയെ കുറിച്ച് പറഞ്ഞ തൊഴിലെടുക്കുന്നവനാണ് തൊഴിലാളിയെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി ഞാനാ. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഓടി ഓട്ടവും ഒഴുക്കിയ വിയർപ്പും സഹിച്ച കഷ്ടപ്പാടും വേറെ ഒരു പൊട്ടൻ ചങ്കരനും അവകാശപ്പെട്ടതല്ല സ്റ്റീഫ. നീ തൊഴിലാളിയാണോടാ? സംഘടനയുടെ പേര് പറഞ്ഞ് പാവപ്പെട്ട ലൈറ്റ് ബോയ്സിന്റെയും ക്രെയിൻ ഒന്നുന്നവന്റെയും രാവുറങ്ങാതെ കാർ ഓടിക്കുന്നവന്റെയും ഇത്തിരിച്ചോൽ കൈയിട്ട് വാരി ഈ പേപ്പട്ടികളെ തിരിപ്പറ്റുന്ന നീയാണോ തൊഴിലാളി? ഒരു തവണയെങ്കിലും ഈ കുപ്പായം ഒന്ന് ഇട്ടു നോക്ക്, സിനിമ എന്തെന്ന് പഠിക്ക്, എന്നിട്ട് വാ ബന്ധും ഹർത്താലും പണിമുടക്കൊക്കെ ആയിട്ട്. അതുവരെ ഇവന്റെ അരഞ്ഞാണത്തിൽ തൂങ്ങി ആരെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച എനിക്കൊരു പിണ്ണാക്ക് നഷ്ടപ്പെടാനില്ല. വെട്ടിപ്പൊളന്നാണ് ഞാൻ. നടന്നില്ല മഞ്ചേട്ടാ. 10-15 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞോണ്ട് കാശിന് ടൈറ്റാണെന്ന്. ഇനി 3 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കും? നാളെ പടം റിലീസാ. ഡിസ്ട്രിബ്യൂട്ടർ വിളിക്കും, തിയേറ്ററുകളിൽ നിന്ന് വിളിക്കും. എനിക്കാകെ വട്ട് പിടിക്കുന്ന കാലത്തെ. നീ സമാധാനപ്പെടും. അകത്തമ്പാട്ടാശാൻ സ്റ്റുഡിയോ മാനേജറുമായിട്ട് സംസാരിക്കല്ലേ, എല്ലാം ശരിയാവും. അന്നത്തെ കാലം വേറെ ആശാൻ. അന്ന് ചെയ്യുന്ന തൊഴിലും പറയുന്ന വാക്കുമാ ദൈവം. ഇന്ന് അതാണോ? കംപ്ലീറ്റ് ഉടായിപ്പല്ലേ. പടം റിലീസായ പിന്നെ ഇവന്റെ ഒന്നും പൊടി പോലും കാണത്തില്ല. നടക്കില്ല ആശാൻ, വിട്ടേക്ക്. ഇത്രയൊക്കെ ആയിട്ടും ഈ പടം പെട്ടിയിലേക്കുള്ളതായിരിക്കും അതിന്റെ ജാതകം. പാവം ആ പയ്യൻ. ഇല്ല സാജുവേട്ടാ, പ്രശ്നമൊന്നുമില്ല. പ്രിന്റ് ഇപ്പം തന്നെ കയറ്റിവിടും. കവിതയിൽ നാളെ പടം കളിച്ചിരിക്കും. ശരി. മാധവൻകുട്ടി സാറല്ലേ? അതെ. ഇതിവിടെ തരാൻ പറഞ്ഞു. എന്താ? കുറച്ച് ക്യാഷാ. ആര് തന്നു? ചോദിച്ചാൽ ഒരു സുഹൃത്ത് തന്നാണെന്ന് പറയാൻ പറഞ്ഞു. സുഹൃത്തോ? അതാരടാ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മാഞ്ചേട്ടാ, ജോണിച്ചനായിരിക്കും. പുള്ളിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു മാഞ്ചേട്ടൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പുള്ളിക്കാരനാണോ എന്നിട്ട്. മേ ബി അയാളായിരിക്കും. ഇതെന്തോന്നത്? രാവിലെ തന്നെ അടി തുടങ്ങിയ? എന്റെ പടത്തിന് പോലും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ശരിയാ, എന്റെ നെഞ്ചിലൊരു മുട്ട വെച്ച വേവും. എന്റെ മുട്ട പൊട്ടി, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തുടങ്ങിയത്. കണ്ണാ. മാഞ്ചേട്ടാ, പടം തുടങ്ങി. ആ, നീ ഇന്റർവെല്ലിന് വിളിയേ. ആളെങ്ങനുണ്ട്? ഹൗസ്ഫുള്ളാ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ശരി. കണ്ണനാ, ഇവിടെ പടം തുടങ്ങി. പരപ്പനങ്ങണിന്നൊക്കെ വിളിച്ചിരുന്നു. അവിടെ നേരത്തെ ഈ മലബാർ സൈഡിലൊക്കെ നേരത്തെ തുടങ്ങും. എത്ര വേഷങ്ങൾ കെട്ടിയാടണം സതീശ ഞാൻ. ഒരു പിൻവിളിക്ക് പോലും കാത്തു നിൽക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ച പെണ്ണും പടിയിറങ്ങിപ്പോയി. ഭാഗം പിരിയുമ്പോൾ ഒരു മുഴക്കോല് കൊണ്ട് സ്നേഹമളന്ന് പിരിഞ്ഞു പോയവർ എത്രയോ ഭേദം. അവിടെ മുറിവേറ്റത് വേദനയില്ലാത്ത മുറിവ്. മടങ്ങുകഴിഞ്ഞ് ആരും തിരിച്ചറിയാത്ത എൻ്റെ പഴയ ലാവണത്തിലേക്ക്. അല്ല ചേട്ടാ, അത് ഈ മറ്റ് ഫാൻസുകാർ കോന്നാണോ അതോ പ്രതാപനെ ആൾക്കാർ വെറുത്തു തുടങ്ങി, അതിന്റെ റിയാക്ഷനാ. ശരി ചേട്ടൻ പടം മുഴുവൻ തീർന്നിട്ട് വിളിക്കണേ. ശരി. കോഴിക്കോട് രാധേന്നാ. നല്ല റിപ്പോർട്ടല്ലല്ലോ കാലത്തെ കേൾക്കുന്നത്.
ജന സിനിമ റിജക്ട് ചെയ്ത മട്ട. അളിയാ പ്രതാപ, ഈ പണി നിർത്താറായില്ല പോലെ. ഒന്ന് ഇറങ്ങി പോടാ. വെള്ളോട്ടുവട്ടയിൽ അർഘ്യമൊഴിഞ്ഞ് അഷ്ടപതിയുടെ ലയപ്പെരുമയിൽ പിഷാരണിക്കാവിന്റെ മുഴുവൻ പ്രാർത്ഥനയിൽ വനദുർഗയുടെ ശൗര്യവുമായി ഞാൻ വരും. ഹലോ കാലിക, പടം ഇന്റർവെല്ലായി, കുറച്ച് ലാഗുണ്ട്. പ്രതാപ് കുമാറിന്റെ നമ്പറൊന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല, നല്ല കൂലുണ്ട്. ആ പിന്നെ മാഞ്ചേട്ടനോട് പറയണ്ട, ടെൻഷൻ അടിക്കും. ശരി, നീ വെച്ചോ, ഞാൻ വിളിക്കാം. ആഹാ, കണ്ണന സൂപ്പർ, ഇന്റർവെൽ വരെ സൂപ്പർ. അത്ര സൂപ്പർ ആണെങ്കിൽ പിന്നെന്താ അവൻ എന്നെ വിളിച്ചു പറയാത്ത? അല്ല, അത് നിന്നെ കിട്ടിക്കാണില്ല. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് പിടിക്കും. വെള്ളമടിക്കാതെ കേരളത്തിൽ റോഡുകളിൽ കൂടെ എങ്ങനെ വണ്ടി ഓടിക്കും? ഇനി ഇവിടെ ഇരുന്ന ടെൻഷൻ അടിച്ച് ഞാൻ ചത്തു. നമുക്ക് തിയേറ്റർ ഇരുന്ന് പോവാം. ആശാനെ, ഞങ്ങളും തിയേറ്റർ വരെ പോയിട്ട് വരാം. പോയിട്ട് വാടാ മക്കളെ. വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ ശിഷ്യന്റെ ജീൻ നിന്റെ ചോരയിലുണ്ടെന്ന് എനിക്കറിയാം. നീയും നിന്റെ ഗുണ്ടകളും. കേട്ടില്ലേ കൈഡി? ഉഷാറായിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് ഷോ കാണിച്ച നിന്റെ നെഞ്ചും കൂടി ചവിട്ടി പൊളിക്കുന്ന വയ്ക്കോ എന്ന് പറഞ്ഞേക്ക്. നിന്നെ പറഞ്ഞു വിട്ട നായിന്റെ മോനോട്. നീ വണ്ടി പാർക്ക് ചെയ്തോ? ഹലോ, മാധവൻകുട്ടി സാറേ, ഞാൻ ശശാങ്കനാ. പടം സൂപ്പറാണ് കേട്ടോ. അതെയോ? കേട്ടോ, സൂപ്പറല്ലേ? സൂപ്പറല്ലേ? കേട്ടില്ലേ? ജനം പറഞ്ഞ കേട്ടില്ലേ? സൂപ്പറാണെന്ന് പടം. പടം കഴിഞ്ഞു. ക്ലൈമാക്സ് ഭയങ്കര കൈയടി. പടം സൂപ്പർ ഹിറ്റ് ആവും. കാണടാ, ഞാനവിടെ തിയേറ്ററിലെത്തി. നിങ്ങൾ താഴെ ഉണ്ടോ? മേളിലേക്ക് കയറുവാ. മോളോ മാറ്റെത്തി. ഇതല്ലാതെ വേറെ എന്ത് വഴിയാ മഞ്ചേട്ടാ നമുക്കുള്ളത്? ഈ പടം എടുത്ത് കുടുംബത്തിന് ആണിക്കല്ല് വരെ ആടി നിൽക്കുക. ഈ പടം മുടങ്ങിയാൽ ഞാൻ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാൻ ചേട്ടന് കാല് പിടിക്കാം. ഞാനിങ്ങോട്ട് വരും. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ കടങ്ങളും തീർത്തിട്ട്. മരിക്കുന്നതിന് മുൻപ് മാധവൻകുട്ടി തോക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് പറഞ്ഞിരുന്നു. ഇലക്ട്രിക് മെഷീനൊന്നും എനിക്ക് പറ്റത്തില്ല. ദേഹമൊക്കെ പൊള്ളി കൊടുന്നു. ഞാനില്ല. വേണ്ട. എൻ്റെ അമ്മയെ പാണ്ടിലോട് കിട്ടിക്കൊടുത്ത് എൻ്റെ കുടുംബം ഇല്ലാതാക്കിയതായി ഈ ഇൻഡസ്ട്രി. ഒരു തവണയെങ്കിലും ഇവിടെ ജയിച്ചു കാണണമെന്ന് ഒരു മോഹമുണ്ട്. അതെ, വേഗം പോയി കുപ്പ് മേടിക്ക്. ഞാൻ കെട്ടിപ്പിടിക്കട്ടെ. അതെ, വേഗം പോയി കുപ്പ് മേടിക്ക്. എനിക്ക് റമ്മു. പാടാ. വിശ്വ, ഇത്തവണയും നീ ജയിച്ചു മാധവൻകുട്ടി. നിന്റെ പടം സൂപ്പർ ഹിറ്റാണ്. ജയിച്ചത് നീയോ ഞാനോ അല്ല വിശ്വ, സിനിമയാ. സിനിമയുടെ മാജിക്. ക്ഷമിക്കടാ. നേമത്തെ 60 സെന്റിൽ വലിയ വീട് വയ്ക്കാതെ തന്നെ കേരളം മുഴുവൻ അറിഞ്ഞില്ലേ നിന്റെ പേര് മാധവൻകുട്ടി? മുല്ലശ്ശേരി മാധവൻകുട്ടി. എനിക്കതല്ല, നീ ഫേമസ് ആവാൻ കാരണം ദേ ഇവനും. നമ്മളെ പണ്ട് പഠിപ്പിച്ച് കുമുദൻ ടീച്ചർ പറയാറുള്ള പോലെ എവരി ഡാഗ് ഹാസ് ഇറ്റ്സ് ഡേ.
കടങ്ങളൊക്കെ തീർത്തു, നേമത്തെ സ്ഥലവും തിരിച്ചെടുത്തു. ഒരു അമ്മയും കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിരുന്നു. തിരികെ കൂട്ടാൻ വന്നതാ. ഏൽപ്പിച്ചോ? ഞാൻ പിടിച്ചു വെച്ചതല്ലേ താൻ ഇങ്ങനെയൊന്നും വന്ന് കാണാൻ. നിർബന്ധമാണെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ, ഞാൻ തടയില്ല. ഞാൻ വരില്ല. ഓ, അങ്ങനൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഇവിടെ ഉണ്ടോ? എന്നെ കാണിക്കാൻ വേണ്ടി ഒരു പുതിയ കാറും പത്രാസും ഒക്കെ ആയിട്ട് വരുന്നൊരു മഞ്ചേട്ടനെ എനിക്കറിയത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ ആ പഴയ സ്കൂട്ടറിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു മഞ്ചേട്ടനെ. ഇത് വേറെ ഏതോ ആളാ. ശരി, അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട അച്ഛാ. എല്ലാ കടങ്ങളും തീർത്തു, ഒരെണ്ണം ബാക്കി നിൽപ്പുണ്ട്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കിട്ടിയ ഒരു 3 ലക്ഷം രൂപ. അല്ല, എനിക്ക് ഞാൻ എപ്പോഴായി രൂപ? അച്ഛനതറിയില്ല, പക്ഷെ ഇവക്കറിയാം. ഇതിവിടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? കുറച്ച് ക്യാഷാ. ആര് തന്നു? ചോദിച്ചാ ഒരു സുഹൃത്ത് തന്നാണെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് സ്ത്രീധനമായി നീട്ടിയ KLV 4001 എന്ന വെളുത്ത അംബാസഡർ കാർ അന്ന് അച്ഛനോടുള്ള വാശി കാരണം ഞാൻ സ്വീകരിച്ചില്ലെങ്കിലും ഏത് ഇരട്ടത്ത് കണ്ടാലും ഞാനത് തിരിച്ചറിയും. അതിൽ 3 ലക്ഷം രൂപ കൊടുത്തയച്ച ആളെ അറിയും. എടേ, അപ്പൊ പണയം വെച്ച ആഭരണം തിരിച്ചെടുക്കാനെന്നും പറഞ്ഞ് നീ എന്റെ അടുക്കേന്ന് വാങ്ങിയ 3 ലക്ഷം രൂപ ഇവന് കൊടുക്കാനായിരുന്നു അല്ലേ? ഞാൻ തെണ്ടി കുത്തുവാളെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയില് 3 ലക്ഷം രൂപ എനിക്ക് കൊടുത്തയക്കാൻ നിനക്ക് ഈ പിണക്കൊന്നും ഇല്ലായിരുന്നേലേ എനിക്കിപ്പം നിന്റെ മുല്ലശ്ശേരിക്ക് കൊണ്ടുപോവാ. പിന്നെ ഈ കാറ് നമ്മുടെ അല്ല, എരവ ജോണിക്കുട്ടിയുടെ. നമ്മുടെ സ്കൂട്ടർ വീണ്ടും വർക്ക്ഷോപ്പിലായി. അല്ല മാധവൻകുട്ടി, ഇത് അച്ഛൻ പേടിക്കുകയേ വേണ്ട. അച്ഛൻ ഇവിടെ ഒന്നുകൂടെ വിളിച്ചോണ്ട് വരാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാൻ രണ്ടാമതൊരു സിനിമ കൂടി എടുത്താലോ ഒന്ന്. അങ്ങനെ ആശാന്റെ സ്വപ്നവും ഓക്കെ. അവിടെ അല്ല മുതലാളി ബാക്കിൽ, ഞാൻ ഓടിക്കാം. മുതലാളി പിന്നല്ലാതെ ഗോവിന്ദ, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുള്ളവർ ആരും എനിക്ക് പൈസ തിരിച്ചും തന്നിട്ടില്ല. ഇത് ജീവിച്ചു ഇരിപ്പില്ല. ഇതാ നിങ്ങളുടെ ആധാരം. ഐ നീഡ് യുവർ ഫോട്ടോ. ഇവിടെ ചില്ലിട്ട് വയ്ക്കാനാ. ഞാൻ അയച്ചു തരാം സേട്ടു. താങ്ക് യു. സന്തോഷം. ഒരുപാട് നന്ദി. കല്യാണി